വികാരിയച്ച ഇടവകയുടെ ഭാരവാഹികളെ, സന്നിഹിതരായ വിശ്വാസികളെ, എൻ്റെ സ്കൂളിലെ സഹപാഠിയായ ലില്ലിച്ചെറിയാൻ്റെ ക്ഷണമനുസരിച്ച് ഇവിടെ വരാൻ കഴിഞ്ഞത് വലിയ സന്തോഷമുള്ള ഒന്നാണ്. ഞാൻ ലില്ലിച്ചെറിയാനും സ്കൂളിൽ റാങ്ക് വാങ്ങിക്കാൻ വേണ്ടി അരമാർക്കിനും ഒരു മാർക്കിനൊക്കെ ഭയങ്കര മത്സരിക്കുന്നവരായി. മൊട്ടവാസവ സ്ഥാപിച്ച അല്ലെങ്കിൽ അതിന് പ്രേരണശക്തിയായ എബ്രഹാം അൽപ്പാൻ കുടുംബമണ്ണ തൊണ്ടപ്പേരിൽ ചക്രവർത്തിക്കുന്നതാണ് കല്യാണം കഴിച്ചത്. എബ്രഹാം അൽപ്പാന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്നാണ് ലില്ലിച്ചെറിയാൻ്റെ വിഭാഗമാണ് മുത്തേപ്പെന്ന് വന്നിട്ടുള്ളത്. ആ അപ്പച്ചയുടെ അനന്തരവളായിരുന്നു എൻ്റെ ഗ്രേറ്റ് അങ്ങനെ ഞാൻ ലില്ലിച്ചെറിയാനോട് 6th കസിൻസ് ആയിട്ട് വരുന്നു. എങ്കിലും വർഷങ്ങൾക്ക് ശേഷം കാണാനും ഇവിടെ വരാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യം എന്ന് എൻ്റെ കരുതുകയാണ്. വാർദ്ധക്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു പ്രശ്നമാണ്. മറ്റു മതങ്ങളിൽ വാർദ്ധക്യം ഒരു ശാപമാണ്. ദേവന്മാരെ ദുർവാസവർക്ക് ശമിച്ചു ജലയും നലയും ഉള്ളവരാകട്ടെ വാർദ്ധക്യം ഒരു ശാപമായി കൊടുത്തിരുന്നു മറ്റു മതങ്ങളിൽ. സദൃശ മതത്തിൽ നീ പെട്ടെന്ന് വാർദ്ധക്യമാവട്ടെ എന്നായിരുന്നു ശാപം. യദുവിനെ വാർദ്ധക്യം കൊണ്ട് ശമിച്ച കഥ പുരാണത്തിലുള്ള കഥയാണ്. എന്നാൽ മറ്റു മതങ്ങളിൽ വ്യത്യസ്തമായി ക്രിസ്തുമതം വാർദ്ധക്യത്തെ ഒരു അനുഗ്രഹമായി കരുതുന്ന മതമാണ്. വേദപുസ്തകം പറയുന്നു, നീതിമാനെ ഞാൻ മക്കളുടെ മക്കളായി കാണിക്കും. കൊച്ചുമക്കളെ ഒരു വ്യക്തി ഭൂമിയിൽ കണ്ടാൽ ആ വ്യക്തി നീതിമാനാണ് എന്ന് ദൈവം സർട്ടിഫൈ ചെയ്യുന്നതാണ് വേദപുസ്തകം. നീതിമാനെ മക്കളുടെ മക്കളെ കാണിക്കും. പഴയ ദിനത്തിൽ ആവർത്തന പുസ്തകത്തിൽ വേദപുസ്തകം പറയുന്നു, കൊച്ചുമക്കൾ കിരീടമാണ്. മക്കളുടെ മക്കളെ അടുത്ത് തലവെച്ച് ഭർത്താക്കളെ അടുത്ത് ഇവിടെയാണ് സ്ഥാനം എന്ന് വേദപുസ്തകം പറയുന്നു. ഇനി വാർദ്ധക്യത്തിൽ വന്നാൽ എന്ത് ചെയ്യണം? പൗലോസ് പറയുന്നു, ദീർഘായുഷ്മനാവാൻ എൻ്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക. അപ്പനെ അമ്മയെ ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുന്നില്ലെങ്കിൽ ഒരു മനുഷ്യന് ദീർഘായുസ് കിട്ടും എന്നാണ് പൗലോസ് വേദപുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ ഒരാൾ വാർദ്ധക്യത്തിൽ എത്തിയതിൻ്റെ അർത്ഥം അപ്പനെ അമ്മയെ ശുശ്രൂഷിച്ചു എന്നുള്ളൊരു സർട്ടിഫിക്കറ്റാണ് വേദപുസ്തകം. അപ്പോൾ മറ്റു മതങ്ങളിൽ വ്യത്യസ്തമായി വേദപുസ്തകം വാർദ്ധക്യത്തെ ദൈവത്തിന് അനുഗ്രഹമായി കരുതുന്ന ഒരു വിശ്വാസം ക്രിസ്ത്യാനിക്ക് ഉണ്ട് എന്ന് ക്രിസ്ത്യാനികൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഈ ആ വാർദ്ധക്യത്തിൽ വരുമ്പോൾ നമ്മൾ ചില അനുരഞ്ജനങ്ങളിൽ എത്തിയെങ്കിലും പറ്റുള്ളൂ. അതുവരെ ശരീരത്തിന് ആരോഗ്യമുണ്ട്, കയ്യിൽ പൈസയൊക്കെ ഉണ്ട്, ആഹാരം എടുത്തിയാട്ടമൊക്കെ മനുഷ്യനുണ്ടാവും. എന്നാൽ വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ അവൻ 4 തരത്തിൽ അനുരഞ്ജനപ്പെടണം. ഒന്ന്, അവന്റെ ശരീരത്തിന്റെ ബലഹീനതയുമായി അവൻ അനുരഞ്ജനത്തിലാണ്. 2, അവന്റെ അനന്തര തലമുറകളുമായി അവൻ അനുരഞ്ജനത്തിൽ ഏർപ്പെടണം. 3, വരാൻ പോകുന്ന മരണമെന്ന സങ്കല്പങ്ങളുമായി ദൈവവുമായി നമ്മൾ അനുരഞ്ജനപ്പെടണം. ഈ 4 അനുരഞ്ജനങ്ങൾ കിട്ടുമ്പോഴാണ് ഒരു മനുഷ്യൻ സന്തോഷമായി മരണത്തിലേക്ക് ചെല്ലാനായിട്ട് പറ്റുക. അപ്പോ മനുഷ്യന്റെ ആയുസിനെ പറ്റി ശ്രദ്ധേയമായ ഒരു കഥ മഹാഭാരതത്തിലെ യുദ്ധമെല്ലാം കഴിഞ്ഞ ദൃശ്യം പറഞ്ഞല്ലോ. അപ്പോൾ മാർക്കാണ്ഡേയനെ കാണാം. മാർക്കാണ്ഡേയനോട് ദൃശ്യം ചോദിച്ചു, ഇത്രയും പ്രായമായിട്ട് ഞാനെങ്കിൽ എന്ത് ചെയ്യാനായി ഭൂമിയിൽ? മാർക്കാണ്ഡേയൻ പറഞ്ഞു, ബ്രഹ്മപുരാണത്തിലെ സൃഷ്ടിയുടെ കഥ നീ വായിച്ചിട്ടില്ലെങ്കിൽ ദൃഷ്ടാന്തം ചോദിച്ചു. ഹിന്ദുമത വിശ്വാസപ്രകാരം ഒരു തണുപ്പ് കാലത്താണ് ബ്രഹ്മാവ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അവൻ സൃഷ്ടിച്ചു കഴിഞ്ഞ് അവൻ ചുറ്റും നോക്കി. ആദ്യം അവൻ കണ്ടത് സിംഹത്തെയാണ്. ഓണക്കളെ കെട്ടി സൗന്ദര്യമൊക്കെ ഉള്ള മൃഗം. മനുഷ്യൻ സ്വന്തം ശരീരത്തോട്ട് നോക്കി, ഈ ഗുണമൊന്നും അവന് കിട്ടിയിട്ടില്ല. അവൻ പിന്നെ കണ്ടൊരു ആനയാണ്. ഓണയുടെ ശരീരം, തുമ്പിക്കൈ, കൊമ്പ്. ആനയുടെ തുമ്പിക്കൈയുടെ അത്ര പോലും ഇല്ല മനുഷ്യന്റെ ശരീരം. അവൻ പിന്നെ കണ്ടൊരു കുതിരയാണ്. കുതിര ഭയങ്കര സ്പീഡിൽ ഓടുന്നു. മനുഷ്യൻ ഓടാൻ നോക്കിയിട്ട് ആളൊന്നും സ്പീഡ് പോലും ഇല്ല കുതിരയുടെ സ്പീഡ്. മനുഷ്യൻ ക്ഷണിച്ചൊരു തണുപ്പ് കാലത്തായിരുന്നു. അവന് തണുത്തു. മറ്റെല്ലാ മൃഗങ്ങൾക്കും രോമകൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്, മനുഷ്യന് രോമകൂപങ്ങളില്ല. അവന് തണുത്തു. അവൻ തിരിഞ്ഞ് ബ്രഹ്മാവനോട് പറഞ്ഞു, നീ എന്നെ പറ്റിച്ച് ഈ മൃഗങ്ങൾ കൊടുത്ത ഈ സർവ്വഗുണവും എനിക്ക് നീ തന്നില്ല. ബ്രഹ്മാവ് പറഞ്ഞു, നിനക്ക് മുമ്പേ 1000കണക്കിന് മൃഗങ്ങളെ പോഷിപ്പിച്ചിട്ടുണ്ട്, ഒരൊറ്റ മൃഗം എന്നോട് തിരിഞ്ഞ് ചോദ്യം ചോദിച്ചിട്ടില്ല. കാരണം അവർക്ക് ഒന്നുമില്ലാത്തൊരു സാധനം നിനക്ക് നിന്റെ തലയൊട്ടിക്കാത്തവരുടെ ബുദ്ധി. അതുകൊണ്ടാണ് നീ ഇതെല്ലാം കമ്പയർ ചെയ്തിട്ട് എന്നോട് തിരിഞ്ഞ് ചോദ്യം ചോദിച്ചാൽ. അതുകൊണ്ട് നിനക്ക് തന്നെ 120 വയസ്സ് ഞാൻ പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മനുഷ്യൻ എന്നെ സഹായം ചെയ്യാൻ വലിയ മിടുക്കനാണ്. ഒട്ടച്ചാട്ടത്തിന് ബ്രഹ്മാവ് 2 കാലവന്റെ കൈക്കകത്തായി. തന്നേ തീരൂ 120 വയസ്സും തന്നേ തീരുന്ന മുദ്രാവാക്യം. അപ്പൊ അതുവഴി കുതിര പോയി. കുതിര പറഞ്ഞു, ബ്രഹ്മാവ് ഏറ്റവും 30 വയസ്സ് മനുഷ്യനെ കൊടുത്തേക്കാം. അങ്ങനെ
കുതിരയുടെ വയസ്സ് 50-ൽ നിന്ന് 20 കുറയ്ക്കുകയും മനുഷ്യന് ആയുസ് കിട്ടുകയും ചെയ്തു. പിന്നെ ഒരു കഴുത അത് ഒഴുക്കി. കഴുത പറഞ്ഞു, ഇവരുടെ പാരഞ്ചമ്മയില്ല എൻ്റെ ജോലി, എൻ്റെ ഒരു 30 വയസ്സുള്ള മനുഷ്യനെ കൊടുത്തേക്കാം. അങ്ങനെ മനുഷ്യന് 60 വയസ്സ് തിരിച്ചു കിട്ടി. അപ്പോൾ അതുവഴി പട്ടി പോയി. പട്ടി വിചാരിച്ച് ഇവൻ്റെ വീട് കാണാൻ എൻ്റെ ജോലി, അതും പോലും കുറച്ച് കാത്താപ്പോയ എൻ്റെ 30 വയസ്സ് മനുഷ്യനെ കൊടുത്തേക്കാം. അങ്ങനെ 50 വയസ്സുള്ള പട്ടിയുടെ ആയുസ് 20 കുറയ്ക്കുകയും മനുഷ്യന് 90 വയസ്സാവുകയും ചെയ്തു. ബുദ്ധിമുട്ടായിരുന്നു, പിടിപെടാണമായിരുന്നു. മനുഷ്യൻ പിന്നെയും പിടിവിട്ടില്ല. അപ്പോൾ മരത്തിൻ്റെ മുകളിൽ നിന്നൊരു മൂങ്ങ പറഞ്ഞു, എൻ്റെ 30 വയസ്സുള്ള മനുഷ്യനെ കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ മൂങ്ങയുടെ ആയുസ് 100-ൽ നിന്ന് 70 കുറയ്ക്കുകയും മനുഷ്യന് 120 വയസ്സ് തിരിച്ചു കിട്ടി. അവൻ പിടിവിട്ടു. മനുഷ്യന് ഈ അവൻ്റെ ആയുസ്സിൽ ഈ 4 മൃഗങ്ങളുടെ സ്വഭാവങ്ങൾ. 30 വയസ്സ് കുതിരപ്പുറം, ഓട്ടം, ചാട്ടം, മുതലയാട്ടം, പിന്നെ എതിരിൽ നിന്നൊക്കെ ഭയങ്കര സ്നേഹം, ആ വികാര പ്രകടനം, ബസ്സിന് കല്ലറി, ഭയങ്കര പരിപാടിയാണ്. കുതിരയുടെ ആയുസാണ്. 30 വയസ്സാവുമ്പോൾ കഴുതയുടെ ആയുസിലേക്ക് പ്രവേശിക്കും. പിന്നെ കല്യാണം കഴിച്ചു 3-4 മക്കളായി, വീട്ടുവാടക കൊടുക്കണം, ശമ്പളം കിട്ടുന്ന ഒന്നിനും തികയത്തില്ല, എത്ര സാരി വാങ്ങിച്ചു കൊടുത്താലും ഭാര്യ തൃപ്തിയാവില്ല. ഇങ്ങനെ ഭയങ്കര പ്രശ്നമാണ്. ഈ കഴുതയുടെ കൂട്ട് ജീവിത ഭാരം വലിക്കും. 60 വയസ്സ് കഴിഞ്ഞാൽ പട്ടിയുടെ ആയുസാണ്. പിന്നെ വീട് കാവല. സന്ധ്യാകുമ്പോൾ വീടിൻ്റെ കഥകളിലോ കടച്ചിട്ടുണ്ടോ, വേലക്കാരി മനസ്സിലായത് പോകുമ്പോൾ വല്ലതും പൊട്ടിച്ചോണ്ട് പോകുന്നുണ്ടോ, കൊച്ചുമോള് കോളേജിൽ നിന്ന് കുളിക്കാൻ നോട്ട് ബുക്ക് തോന്നുന്ന പോലെ പ്രായവേദനയുണ്ടോ, കൊച്ചിനെ രക്ഷിക്കട്ടെ. ഇങ്ങനെ വീട് കാവലൊക്കെ കാത്ത് 90 വയസ്സാണ്. അപ്പം കിടപ്പിലാണ്. വല്ലപ്പോഴും കൊച്ചുമക്കൾ വരും, വലുമച്ചി ഇത്തിരി പാലം വേണം, മൂങ്ങയുടെ മൂളലാണ്. ലണ്ടനിൽ നിന്ന് കൊച്ചുമോൻ വരും, വല്യപ്പച്ച പായസം വേണം, മൂങ്ങയുടെ മൂളലാണ്. അങ്ങനെ കിടന്ന് മൂളി തത്തു എന്നാണ് ഹിന്ദുക്കളുടെ കഥ. ഞാൻ 9 വർഷത്തിന് മുമ്പ് പട്ടിയായി. ജനക്കൂട്ടത്തിൽ എത്ര പേര് പട്ടിയുടെ ആയുസമെന്ന് എനിക്ക് അറിഞ്ഞില്ല. എങ്കിലും പുരാണത്തിലെ ഈ കഥ രസകരമായി മനുഷ്യനെ അവന്റെ ജീവിതാവസ്ഥകളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു കഥയാണ്. ഈ കഥകളിൽ ഏറ്റവും ആദ്യമായി നമ്മൾ രഞ്ജനപ്പെടേണ്ടത് നമ്മുടെ ശരീരവും മനസ്സുമായിട്ടാണ്. മനുഷ്യന് 60 വയസ്സ് വരെ വലിയ കഴിവുകളൊക്കെ ഉണ്ട്. 60 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് രോഗങ്ങൾ വന്നു തുടങ്ങും. ആ രോഗങ്ങൾ വരുമ്പോൾ അതുമായി അനുരഞ്ജനപ്പെടാനും അതിനെ മറികടക്കാനും മനുഷ്യൻ പഠിച്ചിരിക്കണം. മനുഷ്യന്റെ ദീർഘായുസ്സും അവന്റെ ആരോഗ്യവുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ടിരിക്കുന്ന സെലീനിയം എന്ന് പറയുന്ന ഒരു എലിമെന്റാണ്. 90 വയസ്സിൽ കൂടുതൽ ഒരുപാട് ആളുകൾ ജീവിച്ചിരിക്കുന്ന കൊക്കേഷ്യൻ മലനിരകളിലും അഫ്ഗാനിസ്ഥാൻ മലനിരകളിലും ജപ്പാന്റെ ഹൊക്കൈഡോ ദ്വീപിലും ഒക്കെയുള്ള ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഈ 90-110 വയസ്സിൽ ജീവിച്ചിരിക്കുന്നത്? ശാസ്ത്രജ്ഞർ കണ്ടെത്തി അവരുടെ ശരീരത്തിൽ സെലീനിയം എന്നൊരു കോമ്പൗണ്ട് എലിമെന്റ് ഉണ്ട്. ഈ സെലീനിയം ആഹാരത്തിൽ ഉള്ളിൽ ചെല്ലുന്ന ആളുകൾക്ക് ആരോഗ്യത്തോടുകൂടി ദീർഘകാലം ജീവിച്ചിരിക്കാൻ. കേരളത്തിലെ മണ്ണിൽ സെലീനിയം ഇല്ല. നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസ് ഒന്നും തന്നെ സെലീനിയം ഇല്ല. അതുകൊണ്ട് സെലീനിയമുള്ള ഒരു മൾട്ടി വൈറ്റമിൻ നമ്മൾ കഴിച്ചാൽ 2 രൂപ കഴിച്ചാൽ നമുക്ക് ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവുകയും ദീർഘായുസ് കിട്ടുകയും ചെയ്യും എന്ന് ശാസ്ത്രം പറയും. സെലീനിയം. രണ്ടാമതായി പ്രായമാകുമ്പോൾ പെട്ടെന്ന് വെച്ചാൽ നമ്മുടെ വൈറ്റമിൻ B12 എന്ന് പറയുന്ന സാധനം 4 ഇരട്ടിയായിട്ട് ഡിസപ്പിയർ ചെയ്യും. വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ 12 എലിമെന്റ്സ് ആണ്. അതിൽ B12 എന്ന് പറയുന്നതാണ് സയനോകോബാലമിൻ എന്ന് പറയുന്ന സാധനം. ഈ സയനോകോബാലമിനാണ് നമ്മുടെ നെർവസിന്റെയും ഓർമ്മശക്തി ഉൾപ്പെടെയുള്ള കപ്പാസിറ്റി നിലനിർത്തുന്നത്. ഇന്ന് ശാസ്ത്രം സപ്ലിമെന്റ് ചെയ്യാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സയനോകോബാലമിൻ അന്തരീക്ഷത്തിൽ സ്റ്റേബിൾ അല്ല. അപ്പൊ മെത്തിക്കോബാൽ എന്ന് പറയുന്ന ഒരു മരുന്ന് വാങ്ങിക്കാൻ അതൊരു 5 രൂപയുടെ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ഈ മെത്തിക്കോബാൽ നമ്മുടെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ സയനോകോബാലിനെ മാറുകയും B12 റീസ്റ്റോർ ചെയ്യപ്പെടുകയും അങ്ങനെ B12 റീസ്റ്റോർ ചെയ്യാൻ പറ്റിയാൽ വളരെ ആരോഗ്യത്തോടുകൂടി ദീർഘായുസ്സായി ഇരിക്കാൻ പറ്റും എന്ന് കിടപ്പിലോ ഇരിപ്പിലോ ഒന്നും ആവില്ല എന്ന് ശാസ്ത്രം പറയും. മൂന്നാമത്തെ വൈറ്റമിൻ സി ആണ്. ലോകത്തിലെ മൃഗങ്ങൾക്കെല്ലാം ശരീരത്തിൽ വൈറ്റമിൻ സിയുടെ പ്രൊഡക്ഷൻ. എന്നാൽ കുരങ്ങൻ വരത്തി കയറി പഴപ്പത്ത് തിന്നാന്നുള്ളതോടുകൂടി അവന്റെ ശരീരത്തിൽ വൈറ്റമിൻ സി പ്രൊഡക്ഷൻ സ്റ്റോപ്പായി. കുരങ്ങനും ആൾക്കുരങ്ങനും മനുഷ്യനും മാത്രം അവന്റെ ശരീരത്തിൽ വൈറ്റമിൻ സി ഉണ്ടാവുന്നില്ല. 60 വയസ്സ് കഴിയുമ്പോഴേക്കും വൈറ്റമിൻ സിയുടെ ആവശ്യം ശരീരത്തിന് വളരെ കൂടുതലാണ്. വൈറ്റമിൻ സി സപ്ലൈ ചെയ്തില്ലെങ്കിൽ ശരീരം പെട്ടെന്ന് നടക്കാൻ പറ്റാതെ മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഭാഗ്യവശാൽ വൈറ്റമിൻ സി വളർന്നെങ്കിൽ കഴിച്ചാൽ മതി. അല്ലെങ്കിൽ വൈറ്റമിൻ സിയുടെ ആർട്ടിഫിഷ്യൽ ടാബ്ലറ്റ് ഉണ്ട്. സ്വർണ്ണമാഞ്ചൻ കഴിച്ചാൽ നമ്മുടെ മസിലിന് ശക്തി കിട്ടും, ഓർമ്മശക്തി നിലനിൽക്കും, ആരോഗ്യത്തോടുകൂടി നടക്കാനും കുഴഞ്ഞു വീഴാതിരിക്കാനും ഒക്കെ പറ്റും എന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുകയാണ്. വളരെ ശ്രദ്ധേയമായി നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒന്ന്
മനുഷ്യ ശരീരത്തിലെ രോഗങ്ങളുടെ 5-1 വാർദ്ധക്യത്തിൽ വരുന്നത് വൈറ്റമിൻ ഡിയുടെ ഷോർട്ട്ഫോളാണ്. വൈറ്റമിൻ ഡി. ആ വൈറ്റമിൻ ഡി കിട്ടാൻ വേറെ ഒന്നും വേണ്ട. മുറ്റത്ത് ഇറങ്ങി ഒരു 10 മിനിറ്റ് വെയിൽ കൊണ്ടാൽ മതി, ആവശ്യത്തിന് വൈറ്റമിൻ ഡി കിട്ടും. രാവിലെ പോയിട്ട് ഇറങ്ങിപ്പോയി ഇച്ചിരി നടന്നാൽ മതി. പക്ഷേ അത് ചെയ്യാൻ പറ്റാത്തവര് വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ് കിട്ടും, കടയിൽ നിന്ന് വാങ്ങിക്കാൻ. ഒരു വൈറ്റമിൻ ഡി ഒരു ദിവസം ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ ഒരു 5-1 രോഗങ്ങളിൽ നിന്ന് വാർദ്ധക്യത്തുള്ളവർ രക്ഷപ്പെടും. 60 വയസ്സ് കഴിഞ്ഞാൽ ശരീരത്തിന് പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഓർമ്മശക്തി കൂടാനുള്ളതാണ്. ആദ്യം സ്ട്രേഞ്ചേഴ്സിനെ ഓർമ്മിച്ചത്, പിന്നെ അവസാനം മക്കളെ മനസ്സിലാക്കാനൊക്കെ അൽസീമേഴ്സ്, ഡിമെൻഷ്യ തുടങ്ങിയ രോഗങ്ങളിലേക്ക് എത്തിച്ചേരും. ഇത് എത്തിച്ചേരാതിരിക്കാൻ ശാസ്ത്രം പറയുന്നു ഒരു ദിവസം 2 മണിക്കൂറെങ്കിലും വായിക്കുകയോ ബുദ്ധിപരമായ കാര്യങ്ങളിൽ വ്യാപരിക്കുകയോ ചെയ്യണം. വെറുതെ രാവിലെ എഴുന്നേറ്റിരുന്ന് സഹോദരങ്ങൾ ആരൊക്കെയാണ്, അവരുടെ കല്യാണം കഴിച്ച ആളുകളാരൊക്കെയാണ്, മക്കളാരൊക്കെയാണ്, അവരുടെ മരുമക്കളാരൊക്കെയാണ്, കൊച്ചുമക്കളാരൊക്കെയാണ്, ചുമ്മാ പേരൊന്നും ഓർത്തിരിക്കുക എല്ലാ ദിവസവും രാവിലെ. അല്ലെങ്കിൽ 2 മണിക്കൂർ പത്രം വായിക്കും. പത്രം വായിച്ചു കഴിഞ്ഞാൽ ഈ ഓർമ്മശക്തി റീറ്റെയിൻ ചെയ്യപ്പെടും. രണ്ടാമതായി ആർട്ടിഫിഷ്യലി ഇച്ചിരി ശക്തി കൊടുക്കുന്ന വളരെ നല്ലതാണ്. അതിന് ഹിന്ദു സന്യാസിമാർ തപസ്സിരിക്കുമ്പോൾ കഴിക്കുന്ന ബ്രഹ്മി എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ്, ഒരു ചെടിയാണ്. അതിന്റെ പേരും ഇലയും ചവച്ച് കഴിഞ്ഞാൽ ഭയങ്കര കോൺസെൻട്രേഷനാണ്. ഇപ്പോൾ ഭാഗ്യവശാൽ ഈ ബ്രഹ്മി മാർക്കറ്റിൽ വാങ്ങിക്കാൻ ഒരു ബ്രഹ്മി ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മശക്തി ഭയങ്കര ബൂസ്റ്റ് ചെയ്യും. ഞാനൊരു 160ഓളം പരീക്ഷ പാസ്സായ ഒരാളാണ്. ഏത് പരീക്ഷയ്ക്ക്, ഏത് പരീക്ഷയ്ക്ക് ഉൾപ്പെടെ കയറുന്നതിന് മുമ്പ് ഒരു ബ്രഹ്മി ടാബ്ലറ്റ് കഴിച്ചിട്ടേ പരീക്ഷക്കാറുള്ളൂ. പിന്നെ ഉത്തരം പരീക്ഷ എഴുതാം. ഹിന്ദുക്കളുടെ വിദ്യയുടെ ദേവതയാണ് സരസ്വതി. സരസ്വതി ദേവിയുടെ പേര് ഒരു അരിഷ്ടമാണ്, സാരസ്വതാണ്. ഒരു 1.5 വർഷം സാരസ്വത കുടിച്ചു കഴിഞ്ഞാൽ അപോര ഓർമ്മശക്തിയാണ്. പരീക്ഷ എഴുതാൻ കയറുമ്പോൾ സാരസ്വാക്ഷമായിട്ട് കയറിയാൽ വടക്കുതല പോലെയാണ് എൻ്റെ സ്ഥലത്ത് പ്രാണിച്ച പറഞ്ഞ് പരീക്ഷ ഇങ്ങനെ പോകും. പക്ഷെ ഒരാളിന്റെ ബന്ധുമിത്രാദികളുടെ കൂട്ടത്തിൽ അപ്പനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ കസിൻസിനോ ആർക്കെങ്കിലും അൽസീമേഴ്സോ ഡിമെൻഷ്യോ ഉണ്ടെങ്കിൽ അവർക്ക് ജനറ്റിക്കലി ഈ രോഗത്തിന് പ്രൊപ്പൻസിറ്റി ഉണ്ട്. ഇപ്പൊ ശാസ്ത്രം അതിന് മരുന്ന് കണ്ടുപിടിച്ചു. ഓസ്ട്രേലിയയിൽ വളരുന്ന ജിങ്കോ ബിലോബ എന്നൊരു ചെടിയുണ്ട്. അതിന്റെ പേരും ഇലയും എടുത്തിട്ട് ജിങ്കോ ബിൽ എന്നൊരു മരുന്ന് കണ്ടുപിടിച്ചു. 12 ഗുളികകൾ. അപ്പൊ നമ്മുടെ അപ്പനോ അമ്മയ്ക്കോ അവരുടെ സഹോദരങ്ങൾക്കോ ക്ലോസ് കസിൻസിന് അൽസീമേഴ്സോ ഡിമെൻഷ്യോ ഉള്ള ആളാണെങ്കിൽ ദിവസം ഈ 12 രൂപയുടെ ഗുളിക കഴിച്ചാൽ ഒരു 25 വർഷത്തേക്ക് ഓർമ്മക്കുറവുണ്ടാവുന്ന പ്രശ്നമേ ഇല്ല. പക്ഷെ 4-5 ദിവസം ജിങ്കോപ്പിൽ കഴിച്ചിട്ട് 5-6 ദിവസം കഴിച്ചില്ലെങ്കിൽ ഉറക്കത്തോടെ ഉറപ്പാകും. 12 മണിക്ക് 20 മണിക്കൂർ ഉറങ്ങിക്കും. അതാണ് അതിന്റെ ഒരു സൈഡ് എഫക്ട്. അപ്പൊ ഇങ്ങനെ ഒരാളിന്റെ ശരീരത്തിൽ വരുന്ന രോഗം, അപ്പനോ അമ്മയ്ക്കോ വല്യപ്പനോ വല്യമ്മയ്ക്കോ ചില രോഗങ്ങളുണ്ടെങ്കിൽ നമ്മൾ പ്രൊപ്പൻസിറ്റി ആണ്. ഡയബറ്റീസ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊപ്പൻസിറ്റി ആണ്. BP ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊപ്പൻസിറ്റി ആണ്. ക്യാൻസർ ഉള്ളവരാണെങ്കിൽ നമുക്ക് പ്രൊപ്പൻസിറ്റി ഉണ്ട്. ക്യാൻസർ വരാൻ. അപ്പൊ ഏതാണോ പ്രൊപ്പൻസിറ്റി ഉള്ളത് അതിനെ മറികടക്കാനുള്ള ടെക്നോളജി ചെയ്തിരിക്കണം. വയസ്സായവർ കിടന്നുറങ്ങുമ്പോൾ ലൈറ്റ് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാൻ, ഫാൻ ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാൻ, എഴുന്നേറ്റ് പോയി സ്വിച്ച് ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്യാൻ ശ്രമിക്കരുത്. സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ലൈറ്റ് പെട്ട് നമുക്ക് കട്ട വരുന്ന വഴിക്കാണ് കട്ടി വരുമ്പോൾ ഒരുപാട് പേരും മരിക്കുന്നത്. അപ്പൊ അതൊരു ബെഡ് സ്വിച്ച് വേണം 2 ഓപ്പറേറ്റ് ചെയ്യാൻ. പിന്നെ വളരെ സിദ്ധാർത്ഥമായി അതൊരു ഇഷ്ടമാണ്. വീട്ടിലുള്ള ആരെങ്കിലും അറിയിക്കാൻ വേണ്ടി ഒരു റിമോട്ട് സ്വിച്ച് വെച്ചേക്കാം. ഞെക്കിയാൽ ബെഡ്റൂമിൽ കിടക്കുന്ന മോനോ അറിയാത്തക്ക. അപ്പൊ അവർക്ക് പെട്ടെന്ന് മണി കേട്ടാൽ അപ്പം അസുഖമാണെന്ന് മനസ്സിലായി അവർ ഓടി വരികയും നമുക്ക് കറക്റ്റ് സമയത്ത് ശുശ്രൂഷ കിട്ടുകയും ചെയ്യും. പിന്നെ വളരെ പ്രത്യേകം ഒന്നാണ് നമ്മുടെ ടെലിവിഷൻ. ആ ടെലിവിഷൻ കട്ടിലെ കിടന്നിട്ട് കാണത്തക്കോണമെന്നാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പൊ കുർബാന കാണണം, സ്വിച്ച് ഓൺ ചെയ്താൽ കുർബാന നടക്കുക. നമുക്ക് കട്ടിലെ കിടന്നത് കുർബാന കാണാം. കത്തോലിക്കൽ വരുന്ന ജവമാല അർപ്പിക്കൽ അങ്ങോട്ട് ഓൺ ചെയ്യും. കന്യാസ്ത്രീ ജവമാല അർപ്പിക്കൽ കട്ടിലെ കിടന്നുണ്ട് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. 10 മാസമുള്ള കുർബാനമാണ്, വ്യാപകയുടെ കുർബാനമാണ്, ഏത് കുർബാനാണെങ്കിലും ഓൺ ചെയ്താൽ മതി, ചാനലിൽ കയറ്റിട്ട്. അപ്പൊ അതിന് എഴുന്നേറ്റ് പോകാൻ സ്വിച്ച് ടെലിവിഷൻ ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാൻ അങ്ങനെ കിടന്ന നമ്മുടെ ബെഡിൽ കിടന്നുകൊണ്ട് മുഴുവൻ ഓപ്പറേറ്റ് ചെയ്യണം. അപ്പൊ എഴുന്നേറ്റ് നടന്ന് കുഴഞ്ഞ് വീണ് തലയിൽ നിന്ന് മേശയിൽ കസരയിലൊക്കെ ഇടിച്ചാണ് ഒരുപാട് മരണങ്ങളാണ് വാർത്തിക്കുന്നത്. അത് മുഴുവൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യമായി നമ്മൾ അതിനെ ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തോട്, നമ്മുടെ വാർദ്ധക്യം കൊണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടാനുള്ള അനുരഞ്ജനം, ശരീരവുമായിട്ടുള്ള അനുരഞ്ജനം ആദ്യമായി ചെയ്തിരിക്കും. രണ്ടാമത്തെ അനുരഞ്ജനം നമ്മുടെ തലമുറകളുമായിട്ടാണ്. വാർദ്ധക്യത്തിലുള്ള പല ആളുകൾക്കും അവരുടെ മക്കളോടും മരുമക്കളോടും ഒത്തുപോകാൻ കഴിയുന്നില്ല. അവസാനം ഞാൻ ഓൾഡ് ഏജ് ഹോമിന്റെ കമ്മീഷൻ മെമ്പറായ 3 വർഷക്കാലം കേരളത്തിലെ എല്ലാ ഓൾഡ് ഏജ് ഹോമിലും പോയി
എത്രയോ കോടീശ്വരന്മാരുടെ ഭാര്യമാരെ ഭർത്താക്കന്മാരോട് കിടക്കണമെന്നറിയാം. എത്രയോ 500 ഏക്കർ എസ്റ്റേറ്റുള്ള ഒരാള് വന്ന് ഒളിച്ചു കിടക്കാൻ മറ്റോട് നോക്കാൻ പറ്റിയില്ല. അപ്പോ ആ അനുരഞ്ജനം പറ്റാതെ വരുമ്പോ നമ്മൾ കുടുംബത്തിൽ നിന്നും അന്യമായി പോവുകയാണ്. ജനിച്ചു വളർന്ന വീട്ടിൽ, കല്യാണം കഴിച്ചു വളർന്ന വീട്ടിൽ ജീവിക്കാനൊക്കാതെ ഒളിച്ചു കിടന്ന് ആരോഗ്യമില്ലാതെ മരിക്കുന്ന ഒരവസ്ഥ ദയനീയമായ ഒരവസ്ഥയാണ്. പിന്നെ കൊച്ചുമക്കളോടുള്ള അനുരഞ്ജനം. നമ്മൾ കൊച്ചുമക്കളും തമ്മിൽ 2 തലമുറ വ്യത്യാസം. നമ്മൾ ചിന്തിക്കുന്നതല്ല അവർ ചിന്തിക്കുന്നത്. പക്ഷെ അവരുമായി അനുരഞ്ജനത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ്. ഞാൻ വനിതാ കമ്മീഷൻ ഡയറക്ടറായി കുടുംബ കലക്കത്തിന്റെ ഒരുപാട് കേസിൽ ഞാൻ വിസ്തരിച്ച് കുറച്ച് കഴിഞ്ഞ് മരുമോട് ഒരു രീതിയിൽ അമ്മായിമ്മ കാത്തോട്ടാൻ പറ്റിയത്. പക്ഷെ ഒന്നിലേറെ സംഭവങ്ങൾ ഞാൻ കണ്ടു. കൊച്ചുമക്കൾ എഴുന്നേറ്റിരുന്ന് അമ്മ വെണ്ടിപ്പോയത് വല്യമ്മ ഞാൻ നോക്കും എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട വല്യമ്മയും കൊച്ചുമക്കൾ കൊണ്ടുപോയി. മോനും മരുമോളും തയ്യാറല്ല. പക്ഷെ അപ്പനും അമ്മയും കൊടുത്ത ശേഷം വല്യമ്മയെ കൊണ്ടുപോയി ശുശ്രൂഷിച്ച ഒരുപാട് കൊച്ചുമക്കളെ ഞാൻ വനിതാ കമ്മീഷനിൽ കണ്ടിട്ടില്ല. ഇന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു, അപ്പനും അമ്മയും വളർത്തുന്ന മക്കളല്ല, മുത്തശ്ശിയെ വളർത്തുന്ന കുട്ടികളാണ് ലോകചരിത്രത്തിലെ മഹാന്മാരായവരിൽ 60%. എൻസൈക്ലോപീഡിയ ബയോഗ്രഫീസ് 20,000 പേജുകളിലായി സമാഹരിച്ച ആ വലിയ പുസ്തകത്തിൽ അവർ നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ബുദ്ധഭഗവാൻ ജനിച്ച 5-ാം ദിവസം മായാദേവി മരിച്ചുപോയി. മുത്തശ്ശി കൊണ്ടുപോയി ചാവി രാജകുമാരി കൊണ്ടുപോയി ബുദ്ധഭഗവാനെ വളർത്തി. സോക്രട്ടീസിന് 3 വയസ്സായപ്പോൾ അപ്പം ചേർത്തുപോയി. വല്യമ്മച്ചി കൊണ്ടുപോയി വളർത്തി സോക്രട്ടീസിനെ. പ്ലേറ്റോയ്ക്ക് 4 വയസ്സായപ്പോൾ അപ്പം ചേർത്തുപോയി. വല്യമ്മയോട് കൊണ്ടുപോയി വളർത്തി. അരിസ്റ്റോട്ടലിന് 6 വയസ്സായപ്പോൾ അപ്പൻ അമ്മ ചേർത്തുപോയി. വല്യമ്മയും കൊണ്ടുപോയി വളർത്തി. ഐസക് ന്യൂട്ടൻ ഗർഭത്തിലിരുന്നപ്പോഴേ ഒപ്പം ചേർത്തുപോയി. അമ്മ ലോറത്തിനെ കല്യാണം കഴിച്ചു. മുത്തശ്ശി കൊണ്ടുപോയി വളർത്തി ഐസക് ന്യൂട്ടനെ. ഇമ്മാനുവൽ കാന്റ് 1 വയസ്സായപ്പോൾ അപ്പൻ അമ്മ ആക്സിഡന്റിൽ മരിച്ചുപോയി. മുത്തശ്ശിയെ കൊണ്ട് വളർത്തി. മർത്തമാസഭയുടെ സ്ഥാപകനായ എബ്രഹാം മെൽപ്പാൻ ഗർഭത്തിലിരുന്നപ്പോഴേ അപ്പൻ ചേർത്തുപോയി. 3 വയസ്സായപ്പോൾ അമ്മയും ചേർത്തുപോയി. മുത്തശ്ശിയെ കൊണ്ടുപോയി എബ്രഹാം മെൽപ്പാനെ വളർത്തി. ഇത് നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു അടയാളം. അതായത് എന്തുകൊണ്ടാണ് ഈ മുത്തശ്ശിയും വളർത്തിയ കുട്ടികൾ അപ്പനും അമ്മയും വളർത്തിയ കുട്ടികളെക്കാളും മഹാന്മാരായിത്തീരുന്നത്? ശാസ്ത്രം വിശാലമായി പറയുന്ന സംഭവമാണ്. എലിസബത്ത് ഹർലോക്ക് ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന പുസ്തകത്തിൽ 100 കണക്കിന് പേജിൽ വിവരിക്കുന്ന സംഭവത്തിൽ ഏതാനും ചില സംഗ്രഹങ്ങൾ ഈ പുസ്തകത്തിന്റെ ഭാഗമായി പറയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മഹാന്മാർക്കും വലിയ കസരയിരിക്കുന്ന മാനേജർ ഡയറക്ടർമാർക്കും ജനറൽ മാനേജർമാർക്കുള്ള ഒരു വലിയ കഴിവാണ് സെൻസ് ഓഫ് ഹിസ്റ്ററി. ചരിത്രത്തെ, കാലത്തെ അപഗ്രഥിക്കാവുന്ന ഒരു കഴിവാണ്. ഈ കഴിവ് കുട്ടികൾ കിട്ടുന്നത് മുത്തശ്ശി കഥകളിൽ നിന്ന്. കുഞ്ഞായിട്ട് മുത്തശ്ശിയുടെ മടിയിലോട്ട് കയറും. മുത്തശ്ശി ഒരു കഥ പറയാൻ പറയും. മുത്തശ്ശി ഒരു കഥ പറയാം. പണ്ട് രാജാവ് ഉണ്ടായിരുന്നു. വൺസ് അപ്പോൺ എ സ്റ്റോറി ടൈം there lived a king. Long years ago there lived a king. കുറച്ച് കഴിഞ്ഞ് ഈ കഥയ്ക്കകത്ത് ചരിത്രം 500 വർഷത്തിന് മുമ്പ് അക്ബർ ചക്രവർത്തി ഭരിച്ചിരുന്ന പോലെ ഇന്ത്യ. 20 കൊല്ലത്തിന് മാസാണോർമ്മ രാജാവ് തിരുവനന്തപുരം ഭരിച്ചിരുന്ന പോലെ എബ്രഹാം മെൽപ്പാൻ വലിയൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം സഭയ്ക്ക് നവീകരണം കൊണ്ടുവന്നു. ഇങ്ങനെ ഒരു കഥ പറയും. ഈ കഥകൾ കിട്ടുന്ന കുട്ടി തലച്ചോറിനകത്ത് ഈ ഹിസ്റ്റോറിക്കൽ ടൈമിനെ ക്ലാസിഫൈ, ആ കുട്ടിക്ക് സെൻസ് ഓഫ് ഹിസ്റ്ററി ഉണ്ടാകും. മഹാന്മാർ പ്രസംഗിത കേട്ടിട്ടുണ്ട്. എബ്രഹാം ലിങ്കൻ ഗെറ്റിസ്ബർഗ് അഡ്രസ്സിൽ പ്രസംഗിക്കാൻ 4 schools and 7 years ago, our forefathers fought upon this continent, a great nation considered liberty and dedicated principles എന്ന് പറയാം. സ്വാതന്ത്ര്യത്തിന്റെ അർദ്ധരാത്രിയിൽ നെഹ്റു കോൺഫറൻസ് വേദിയിൽ പ്രസംഗിക്കാം. Long years ago, we made a tryst with destiny, and now the time has come, we should redeem our pledge. മഹാന്മാര് ഈ ചരിത്രത്തെ അപഗ്രഥിക്കാൻ കഴിവുള്ളവരാണ്. കടമറ്റ രാമകൃഷ്ണൻ പുറത്തി എന്നൊരു കവിത എഴുതി. അതിന്റെ മധ്യത്തിൽ കടമറ്റ പറയുകയാണ്, നിങ്ങൾ അറിയില്ല നിങ്ങളെങ്ങനെ നിങ്ങളായി. പുറത്തെ അവസാനിക്കുമ്പോൾ കടമറ്റ രാമകൃഷ്ണൻ പറയുകയാണ്, നിങ്ങൾ അറിയണം നിങ്ങളെങ്ങനെ നിങ്ങളായി. അപ്പോൾ ഒരു കുട്ടി അവനെങ്ങനെയുണ്ടായി, ചാത്തന്നൂർ പ്രദേശം എങ്ങനെയുണ്ടായി, കൊല്ലം ജില്ല എങ്ങനെയുണ്ടായി, കേരളം എങ്ങനെ ഫോം ചെയ്തു, ഇത് തലച്ചോറ് സ്റ്റോർ ചെയ്യാൻ ആ കുട്ടി വലിയ കസേരയിലിരിക്കുന്ന ഗ്രേറ്റ് എക്സിക്യൂട്ടീവ് ലീഡേഴ്സ് ഒക്കെ ആയി മാറുന്നതാണ്. ഇത് കുട്ടിക്കുണ്ടാവുന്നത് ആദ്യമായി മുത്തശ്ശി പറയുന്ന കഥകളിൽ. രണ്ടാമതായി മുത്തശ്ശി കഥ പറയും. ഈ കഥക്കകത്തൊക്കെ ഓരോ ഹീറോസ് അർജുനൻ, ഭീമസേന, ഹെർക്കുലീസ്, സിംബാ ഒക്കെ ശ്രദ്ധിക്കും. ഈ കഥയിലെ മഹാനായ മനുഷ്യൻ ഒരു മഹാനാവുന്ന കാരണം എന്താണ്? അപ്പൊ ഈ മുത്തശ്ശി പറയും, അർജുനുണ്ടല്ലോ ഇങ്ങനൊരു കഴിവുണ്ടായി, ഹെർക്കുലീസിനുണ്ടല്ലോ ഇങ്ങനൊരു കഴിവുണ്ടായി, പൗരസപ്പോസിനുണ്ടല്ലോ പൗരസപ്പോസ് ഇങ്ങനൊരു കഴിവുണ്ടായി.
കുട്ടി ഇത് ശ്രദ്ധിക്കും. കുട്ടിയാണ് വല്യമ്മ ഏത് ഹീറോയുടെ കഥയാണോ പറയുന്നത്, ആ ഹീറോ വർഷപ്പിലൂടെ ആ ഹീറോയിലുള്ള ഗുണങ്ങളെ കുട്ടി സ്വന്തം ശരീരത്തിലേക്ക് സംശയിക്കും. ആ കുട്ടി പിൽക്കാലത്ത് ആ ഏത് കഥയാണോ മുത്തശ്ശി പറയുന്നത് ആ കഥയിലെ ഹീറോസിനെ പോലെ ആയിരിക്കും. വളരെ സാധാരണമായി മുത്തശ്ശി പറയുന്ന മൂന്നാമതൊരു കഥ പ്രോബ്ലം സോൾവിങ്. ഹെർക്കുലീസ് ഇവിടെ പ്രശ്നം ഇതെല്ലാം പറയിട്ട് അവസാനം ഹെർക്കുലീസ് ഈജിപ്തിൽ കഴിയും. പൗലോസപ്പോസ്തലൻ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഏതനുസരിച്ച് അമ്മാരടിച്ചു, അവിടെ ചെന്നപ്പോൾ പാമ്പ് കടിച്ചു, അതിനപ്പുറത്ത് ചെന്നപ്പം യഹൂദന്മാർ കല്ലെറിഞ്ഞ് ചത്തുന്നേ കെട്ടിട്ടുപോയി. അവസാനം പൗലോസപ്പോസ്തലൻ കീഴടക്കി അതിന് ക്രൈസ്തവർക്ക് അടിത്തറയിടുകയാണ്. അപ്പൊ ഈ പൗലോസപ്പോസ്തലന്റെ കഥ പറയാൻ കേൾക്കുന്നതൊക്കെ മോശയുടെ കനാൻ ദേശം പിടിച്ചെടുക്കാൻ പോകുന്ന കഥ പറയുന്ന കുട്ടി മോശ ഓരോരോ പ്രതിബന്ധ കിടക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കാൻ ആ പ്രോബ്ലം സോൾവ് കുട്ടി സ്വന്തം ശരീരത്തിലേക്ക് സംശയിക്കുകയും ആ കുട്ടി പിൽക്കാലത്ത് മാനേജ്മെന്റ് സയൻസ് പഠിച്ച് വലിയ കമ്പനിയുടെ മാനേജ് ഡയറക്ടറോ ഒരു ജനറൽ മാനേജറോ ഒക്കെ മാറും. മാനേജ്മെന്റ് എക്സ്പെർട്ടായിട്ട് മാറാം. പ്രോബ്ലം സോൾവ് കുട്ടി പഠിച്ചത് മുത്തശ്ശിന്റെ കഥയാണ്. നാലാമത് മുത്തശ്ശിക്ക് പാത്രങ്ങൾ കൂടെ അല്ലെങ്കിൽ അടുക്കള എന്തോ പാചകം ചെയ്യാൻ മുത്തശ്ശി കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി മുത്തശ്ശിന്റെ മടിയിലോട്ട് വെച്ചു. ഇങ്ങനെ പിടിക്കുക വച്ചേക്കാം. മുത്തശ്ശൻ ഇതിൽ പുതിയാത്താനുള്ള സാധനം എങ്ങനെ കൈകാര്യം നടന്നില്ല. മുത്തച്ഛൻ ഇത് അറിയാമോ കുറെ കൊട്ട കഥ പറയും. മോനെ ഞാനെനിക്ക് 12 വയസ്സുള്ള ഞാനും എന്റെ വല്യപ്പനും കൂടി കല്ലടയാട്ടി ഇറങ്ങട ഒരു മുതൽ വന്നട പിടിച്ചതിനെ കെട്ടിട കാലം പിടിച്ചട പാലം പിടിച്ചട ശുദ്ധമുള്ള കഥയാണ്. പക്ഷെ കുട്ടി കഥ വെക്കുമ്പോൾ മുത്തപ്പൻ മുതലെ പിടിച്ച മുത്തപ്പൻ അതിലും വലിയ പേര്. അപ്പൊ ഇവിടൊക്കെ മോനല്ലേ ഞാൻ സ്വയം ധരിക്കും. പിന്നെയും മുത്തപ്പനെ കുടുംബേട്ടം പറയും. കുടുംബേട്ടങ്ങൾ 90% പച്ച കളവ. പക്ഷെ ഈ കളവ കേൾക്കുന്ന കുട്ടി തോന്നുമ്പോൾ ഞാൻ വലിയ കുടുംബത്തിൽ ജനിച്ച എന്റെ കുടുംബത്തിൽ വലിയ ആളുകളാണ്. കുട്ടി എന്തെന്ന് പറയുമ്പോൾ കുട്ടിക്കൊരു സ്വത്വബോധം ഉണ്ടാവും. ഞാൻ ആരാ, ഇന്ന മനസ്സവരാൻ കേട്ട ആളാ എന്ന് തോന്നുണ്ടാവും. ഇത് കുട്ടിക്ക് പിൽക്കാലത്ത് മുത്തച്ഛൻ ആരുടെ കഥയാണോ പറയുന്നത്, മുത്തച്ഛൻ ഏത് കുടുംബേട്ടനാണ് മുത്തച്ഛന്റെ അൻസെസ്റ്റേഴ്സിൽ പറയുന്ന കഥ കുട്ടിക്കൊരു വലിയ പറയുന്നതാണ്. അവരെക്കാൾ ഞാൻ മോശമാവാൻ പാടില്ല. കുട്ടി ആ രീതിയിൽ ഉയർന്നു വരും. അഞ്ചാമതായി പെട്ടെന്ന് വെച്ചാൽ മുത്തശ്ശി സാരോപദേശ കഥ പറയും. കുഞ്ഞാടോട് തലയാട് പറഞ്ഞു മോനെ ഇറങ്ങിപ്പോരുന്നു. കുഞ്ഞാടൊക്കെ ഇറങ്ങിപ്പോയി ഒരു ചെന്നാവത്തെ കടിച്ച് തിന്നു മോനെ എന്ന് പറയും. എന്നിട്ട് മുത്തശ്ശി ഒരു കാഴ്ച തുടങ്ങി. കുഞ്ഞിന് മനസ്സിലാവും അപ്പനും അമ്മയും പറഞ്ഞനുസരിച്ചില്ലെങ്കിൽ ചെന്നാ പിടിച്ചാൽ അതിനുശേഷം ആ കുഞ്ഞുണ്ടല്ലോ അപ്പനും അമ്മ പറയുന്ന കംപ്ലീറ്റ് അനുസരിക്കുകയും ഈ കഥയിൽ നിന്ന് കുട്ടി കിട്ടുന്ന പ്രേരണയാണ്. അമ്മ പറയുന്നത് അനുസരിക്കാതെ പോയ അപകടം പറ്റുന്ന കഥ. ആറാമതായി മുത്തശ്ശിന്റെ അറിയാമോ അഞ്ചാമത്തെ കഥ പറയും. നാട് പിടിക്കുന്ന ഉണ്ടായിരുന്ന കാട്ടിൽ വലിയൊരു ആളുണ്ടായിരുന്ന കാട്ടില് വളരെ ശ്രദ്ധേയമായി കൊച്ചു കുട്ടികൾ മുതൽ കൊച്ചു മുറികൾ മുതൽ പുലി ഉണ്ടായിരുന്ന അതിൻ്റെ ഒരു കുറുക്കനുണ്ടായിരുന്നു. കഥയുടെ സാരം കുട്ടി കഥ കാക്കയിൽ വീട്ടിലേക്ക് മാറ്റി. കാട് ഭരിക്കുന്ന സിംഹം എന്ന് പറഞ്ഞാൽ വീട് ഭരിക്കുന്ന അച്ഛനാണ് ഈ സിംഹം. ചില കുട്ടി അമ്മയെ ഭരിക്കേ വീട്ടിൽ അപ്പനാണ് ഭരിക്കുന്നത്. അപ്പനാണ് ഈ സിംഹം. കാടിനകത്ത് സൈസിന് വരട്ടത്താണ് ആന. ആനയെന്ന് പറഞ്ഞാൽ അടുക്കള ഉണ്ടാക്കുന്ന 70% അടിച്ച് പിന്നിൽ പട്ടക്കൽ വയ്ക്കുന്ന അമ്മയാണ്. അമ്മയാണ് ഈ ആന. കുഞ്ഞു നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ ഉരുട്ടിട്ട് വരികയാണ്. അമ്മയാണ് ഈ ആന. അനിയന്മാരൊക്കെ തോന്നുന്നത് ചേട്ടനാണ് ഈ പുലി. പക്ഷെ പലതരം വെച്ചാൽ ഈ കുറുക്കൻ ബുദ്ധി ഉപയോഗിച്ച് സിംഹത്തെ കൊണ്ടത് കെട്ടിച്ചാടിച്ച് ആനയെ കൊണ്ടത് കുളത്തിലിറക്കി പുലിയുടെ വാല് വെച്ച് വിട്ടു. കുട്ടിക്ക് മനസ്സിലാവും ബുദ്ധിമാനായിരുന്നൊരു കാര്യമൊന്നുമല്ല. താനയിലെ ബുദ്ധി കൊണ്ട് പഠിച്ചാലല്ലാതെ ഈ ലോകത്ത് രക്ഷപ്പെടാൻ പറ്റില്ല. തലച്ചോറ് വേണമെങ്കിലേ ലോകം പഠിക്കാൻ പറ്റും. കുട്ടി ആ കുറുക്കനെ പോലെ കൗശലങ്ങൾ പഠിക്കും. മുത്തശ്ശിയുടെ കഥയിലെ കുറുക്കന്റെ കൗശലം പഠിക്കും. ആ കുട്ടി പഠിത്തത്തിൽ ശ്രദ്ധിക്കും. ആ കുട്ടി വലിയ വലിയ നിലകളിൽ എത്തിച്ചേരും എന്നുള്ളതാണ്. ഇനി ഏഴാമത് എന്ത് സംഭവിക്കും? പകൽ മുഴുവൻ അപ്പനും അമ്മയും ഓഫീസിൽ പോയി മുത്തശ്ശിനും കൂടി കുഞ്ഞിനെ ഇങ്ങനെ കാക്കാം. കുഞ്ഞ് മറിയുടെ വേണ്ടി കുഞ്ഞിന്റെ പുറകെ ഓടും. ആ ഓടുന്ന പ്രോസസ്സിൽ ഒരു അത്ഭുതം നടക്കും. 55 വയസ്സ് കഴിഞ്ഞാൽ കാലിലെ മസിലിന്റെയും ഇടുപ്പിന്റെ മസിലിന്റെയും ശക്തി പോകും. അങ്ങനെയാണ് പണ്ട് കാലത്ത് മനുഷ്യർ ഇരിക്കുകയും കിടപ്പിലൊക്കെ ആവും. പക്ഷെ കുഞ്ഞിന്റെ കൊച്ചുമക്കളുടെ കൂടെ ഓടുന്ന മുത്തശ്ശനെ കാലിന് ഹിപ്പ് മസിലിന് എക്സസൈസ് കിട്ടും. ആ എക്സസൈസ് കിട്ടിക്കഴിയുമ്പോൾ അവരുടെ 75 വയസ്സായിരിക്കും ഇരിപ്പൊന്നും ആവില്ല. കുട്ടികളോട് ഓടുമ്പോൾ അനുസരിച്ചായിട്ട് കൂടാതെ പ്രശ്നമാണ്. കുട്ടി ഇടയ്ക്കിടയ്ക്കൊന്നും ജല്ലിക്കൂടെ വല്ലതും മേപ്പോട്ട് കയറും. കുട്ടി വീഴാതിരിക്കാൻ വേണ്ടി വല്യപ്പനും കയ്യിൽ ഇങ്ങനെ പിടിക്കും. രണ്ടാമത് ഈ വല്യപ്പന്റെയും ശക്തി പോകുന്നത് കൈയുടെ മസിലിനും നെക്ക് മസിലിനാണ്. ഈ കുഞ്ഞിനെ ഇങ്ങനെ പിടിക്കുന്ന പ്രോസസ്സിലെ മുത്തച്ഛന്റെ മസിലെ കൈയുടെ മസിലിനും നെക്ക് മസിലിനും എക്സസൈസ് കിട്ടും. 19 വയസ്സ് വരെ മുത്തച്ഛനെ കൂലി പോയില്ല. നട്ടൽ പോകുന്നതല്ല കാര്യം. കുട്ടിയെ ഇങ്ങനെ പിടിക്കുന്ന പ്രോസസ്സാണ്. അത് കുട്ടിയുടെ പരിപാടിയാണ്.
അങ്ങനെ 6 മണിയാകുമ്പോൾ കുഞ്ഞ് ഉറങ്ങിപ്പോയി. കുഞ്ഞിൻ്റെ അമ്മ ഓഫീസിൽ നിന്ന് വന്നു. അതേപോലെ നോക്കിയിട്ട് കുഞ്ഞ് ഉണർന്നില്ല. അപ്പം മരുമോൾ അമ്മായും കൂടെ എടുത്തുപോയി. മച്ചി എനിക്ക് രാവിലെ 7 ഓഫീസിൽ പണിക്കട്ടോ, ഞാൻ പോയി ഉറങ്ങിക്കോട്ടെ. കുഞ്ഞിനെ രാത്രി ഉണരപ്പം ചോറുപാട് കൊടുക്കണേ. ലോകത്തിൽ മുത്തശ്ശിയുമായിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷം നമുക്ക് കൊച്ചുമൊക്കെ ചോറുപാട് കൊടുക്കുകയല്ലേ. നീ ഉറങ്ങിക്കാൻ പോലെ ഞാൻ നോക്കണം. മരുമോൾ ഉറങ്ങാൻ പോകുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി കുഞ്ഞ് ഉണരാൻ വേണ്ടി കാവലില്ല. അപ്പൊ അവരെല്ലാം ബിപേക്ക് വന്നിട്ട് ഉറക്കം വരത്തില്ല. അവരിങ്ങനെ സംസാരിച്ചിരിക്കുക. അപ്പോഴേ കുഞ്ഞിടയ്ക്കൊന്ന് തോന്നും. വലിപ്പം എന്തോ പറയുന്നത് കുഞ്ഞൊന്ന് ശ്രദ്ധിക്കും. വലിപ്പം പറയും, ഇപ്പം നമ്മുടെ മോൻ പോയി അവിടെ ഒരു വസ്തു വാങ്ങിച്ചു. 5 കൊല്ലം കഴിഞ്ഞ വസ്തുവിന്റെ വില എത്തിക്കണ്ടേ. ഇപ്പോഴും ഇട്ട് ഏകദേശം ആ വിലയിൽ കിട്ടും. മണ്ട ശരിയോടി. വലിപ്പം പറയും, ഇപ്പോൾ 2ാമത്തെ മോള് കോളേജിൽ പഠിക്കാൻ പോയി അലവലാതെ പ്രേമിച്ച് കിട്ടി. അവിടെ കഷ്ടകാലം പ്രേമിക്കുമ്പോൾ നല്ല പുളിക്കമ്പതിയൊക്കെ പ്രേമിക്കണ്ടേ. അതെല്ലാം കുഞ്ഞ് കിടപ്പ് കിടക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ചിത്രം വലിയ ഓടിച്ചു. കുഞ്ഞ് ഉണർന്ന പോലെ മോളെ വന്ന എടുത്തോണ്ട് അമ്മയെ കൊടുത്താൽ ചോറക്കാരി കൊടുത്താൽ കുഞ്ഞിനെ കിടത്തി ഉറക്കണം. ഈ കുഞ്ഞിത് കുറച്ച് കഴിയുമ്പോൾ ഓർക്കും. കുഞ്ഞിന് 35 വയസ്സാവുന്ന വസ്തു വാങ്ങിക്കാൻ പോകും. പണ്ട് വലിയപ്പം പറഞ്ഞിട്ടുണ്ട്, വസ്തു വാങ്ങിച്ചാൽ 5 കൊല്ലം വില ഇരട്ടിക്കണം. അവരുടെ വസ്തു വാങ്ങിച്ചാൽ കറക്റ്റ് 5 കൊല്ലം കഴിഞ്ഞ് വില ഇരട്ടിക്കണം. ആ മോളെ കോളേജിൽ പഠിക്കാൻ പോകും. ഒരുത്തിനോട് പ്രേമലാന്ന് പറയും. അവളോർക്കും അലവലാതെ പ്രേമിക്കുന്നത്. ഒരു 4 പ്രേമലാന്ന് എന്നോട് മായി. എന്നിട്ട് ഓരോരുത്തരെ പറ്റി പഠിക്കും. ഇവൻ്റെ അപ്പനാരാണ്, അമ്മയാരാണ്, വീട്ടിൽ സ്വന്തമുണ്ടോ, പഠിക്കാൻ ബുദ്ധിയുണ്ടോ, പയ്യനാണ്. ഇതെല്ലാം നോക്കി കിട്ടിയ പ്രേമലേഖനങ്ങളിലെ ഏറ്റവും ഫസ്റ്റ് പോയി കമ്പനി നമ്മൾ കല്യാണം കഴിക്കും. ഈ വലിയ പണ്ട് പറഞ്ഞ ഓർമ്മ അപ്പോൾ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ കുട്ടികൾക്ക് പ്രായോഗിക ജീവിതം പഠിപ്പിക്കുന്നത് ഈ മുത്തശ്ശനും മുത്തശ്ശിയും ചെയ്യുന്ന സംഭാഷണങ്ങളിൽ നിന്നാണ്. ഇത് മുത്തശ്ശിയുടെയും കൂടെ ജീവിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ കിട്ടുള്ളൂ, ശ്രദ്ധേയമായിട്ട് കിട്ടുള്ളൂ. 8ാമതായി എന്നെ സംഭവിക്കും. മുത്തച്ഛൻ ഇച്ചിരി നടക്കാനായിട്ടാണ്. അപ്പൊ കുഞ്ഞു പറയും, മുത്തച്ഛ ഞാൻ വരും, നീ വരണ്ട. നെയ്തര പുത്രം പറയും, ഇല്ല വാ മോനെ പറഞ്ഞ് കുഞ്ഞിനെ പിടിച്ചോട്ട് ഇറങ്ങും. ഒരു വള കഴിയുമ്പോൾ കുഞ്ഞ് തിരിഞ്ഞു നോക്കും. അപ്പനമ്മ കാണുന്നത്. അപ്പനമ്മ കാണുന്നത് ഉറപ്പായി കഴിഞ്ഞാൽ കുഞ്ഞിന്റെ വേല. അപ്പൊ അതിന്റെ കാലൊരു വേദന. ശരി മോനെ എടുത്ത് തോള വെക്കുമ്പോണ്ടല്ലോ കുഞ്ഞിന് മുത്തച്ഛനേക്കാൾ കയറ്റി വിടല. ഈ മുത്തച്ഛന്റെ തോളിനോട്ടേക്ക് തല മാത്രമേ ഉള്ളൂ, കുട്ടിയുടെ പോകോട് വിടലാണ്. അങ്ങനെ അവിടെ നടന്നു പോയിട്ടാണ് ഇതിലെ ഒരാള് ഒരാഴ്ച എവിടെ പോന്നു. പുള്ളി ഒരു സീനിയർ മാനല്ല അവിടെ. കുട്ടി തോളിൽ സൈലന്റ് മന്ത്രി. അവനതിന്റെ ഷെയർ പിടിക്കും. അതാണ് ഭരണവർഷം പറയുന്നത്, ഷോൾഡേഴ്സ് ഓഫ് ഷേക്സ്പിയർ. ഷേക്സ്പിയർ തോളിൽ ഞാൻ ഇരുന്നുകൊണ്ട് ഷേക്സ്പിയറിനേക്കാൾ ടോളറാണ് എന്ന് ഭരണവർഷം പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ മുത്തച്ഛന്റെ തോളിൽ പോയിരിക്കാൻ ഭാഗ്യമുള്ള കുട്ടികൾ പിൽക്കാലത്ത് വലിയ ആളുകളെ ചെയ്യും. ഇന്ദിരാഗാന്ധി ജീവിതത്തിൽ രാവിലത്തെ ഇന്ദിരാഗാന്ധി പറയാം, I remember very few moments when I was not on the shoulders of my grandfather Motilal. മോട്ടിലാലിന്റെ തോളിലിരിക്കാത്ത അപൂർവ സമയങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. കാര്യം മോട്ടിലാലിന് ഒരു മോൻ 2 പെൺമക്കള്. ആ മോന് നെഹ്റുവിന് ആ ഒരു മോളുണ്ട്. അത് ഈ കൊച്ചുമോളെ, തന്റെ പിൻഗാമിയായ കൊച്ചുമോളെ എപ്പോഴും മോട്ടിലാലിനോട് തോളൊക്കെ കാറിനകത്ത് ഫ്രണ്ട് ചെയ്ത് ഈ കൊച്ചമോളെ സ്റ്റിയറിംഗ് എന്ന് പറയും. ഇന്ദിരാഗാന്ധി വെച്ചാൽ അവളാണ് ഓടിക്കുന്നത്. മോട്ടിലാലിന് ഓടിക്കുമ്പോൾ നടക്കുന്ന നമ്മൾ സ്റ്റിയറിംഗ് പിടിക്കാം. ഇങ്ങനെ മുത്തച്ഛനെ തോളിൽ നിന്ന് പോകുന്ന കുട്ടികൾ പിൽക്കാലത്ത് വലിയ നിലകളിൽ എത്തിച്ചേരുന്ന പലരും. മുത്തച്ഛനും മുത്തശ്ശിയും വളർത്തിയ കുട്ടികൾ അപ്പനും അമ്മയും വളർത്തിയ കുട്ടികളെക്കാളും ലോക ചരിത്രത്തിലെ മഹാന്മാരായവരിൽ ഭൂരിപക്ഷം മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തിയ കുട്ടികളാണ്. ഇനി ആ കുട്ടികളെ കെട്ടിപ്പിടിച്ചാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഉറങ്ങുമ്പോൾ വലിയൊരു അത്ഭുതം നടക്കുകയാണ്. കൊച്ചുകുട്ടിയുടെ ശരീരത്തിൽ ഈ പ്രോട്ടോപ്ലാസിംഗ് എന്ന് പറഞ്ഞിരിക്കാൻ കൂടുതൽ എൻസൈമും ഹോർമോണും ഉണ്ടാവും. അത് കളയാൻ വേണ്ടി കുട്ടിക്ക് പനി വരും. കുട്ടിക്ക് അത് മൂക്കളിലൂടെയും കപ്പത്തിലൂടെയും തുപ്പലിലൂടെയും വേർപ്പിലൂടെയും വേണം ഇത് പുറത്തു പോകാൻ. അപ്പൊ കുട്ടിക്ക് അസുഖം വരുമ്പോൾ എപ്പോഴും കുട്ടി ആശുപത്രി കൊണ്ടുപോകണം. അത് ചിലവാണ്. 60 വയസ്സ് കഴിഞ്ഞാൽ വാർദ്ധക്യത്തിൽ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ എൻസൈമിന്റെ പ്രൊഡക്ഷൻ കുറവാണ്, പ്രോട്ടോപ്ലാസം കുറവാണ്. അപ്പൊ എന്ത് പറ്റും? പ്രത്യേക സഹജമായ രോഗമുണ്ട്. എപ്പോഴും വലിയ ആശുപത്രി കൊണ്ടുപോകും. രണ്ടിനും മെഡിക്കൽ എക്സ്പെൻസസ് ആണ്. പിന്നെ പ്രായമായി കഴിഞ്ഞ ശരീരം തണുത്തോടും. കുട്ടിയുടെ ശരീരത്തിൽ എപ്പോഴും ചൂടാണ്. ഇങ്ങനെ അപ്പൊ ഈ കൊച്ചുമക്കളെ കെട്ടിപ്പിടിച്ച് മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ ഉറങ്ങുമ്പോൾ ഈ കുഞ്ഞിന്റെ ശരീരത്തിലുള്ള എക്സസ് ഹോർമോൺസും എൻസൈംസും ഒക്കെ മുത്തപ്പന്റെ മുത്തച്ഛന്റെ ശരീരത്തിലോട്ടൊക്കെ ഷട്ടിടാതെ വേറെ ബോളിയിൽ കെട്ടിപ്പിടിക്കാൻ ഉറങ്ങണം. കുഞ്ഞിന്റെ ശരീരത്തിലെ ചൂട് മുത്തച്ഛന്റെ ശരീരത്തിലോട്ട് അങ്ങോട്ട് കയറും. അപ്പോ കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുവന്ന ചെലവ് കുറഞ്ഞു. മുത്തശ്ശി ആശുപത്രി പോയി കൊണ്ടുവന്ന ചെലവ് ഒഴിവായി. പിന്നെ കൊച്ചുകുട്ടികൾക്ക് രോഗപ്രതിരോധ ശക്തിയില്ല. അതുകൊണ്ട് ദൈവത്തിനെത്തി ഓരോ 6 മാസം കൂടുമ്പോൾ കുഞ്ഞിന് പനി വരും. ആ പനിയെ നേരിടാനാണ് കുട്ടിയുടെ ശരീരത്തിൽ ഓട്ടോയിക്കും പവർ ഉണ്ടാകും. എന്നാൽ മുത്തശ്ശിക്കും ശരീരത്തിൽ എത്രയോ തവണ പനി വന്നു. ചിലപ്പോൾ ചിക്കൻ ബോക്സ് വന്നു.
അവർക്ക് നല്ല ഓട്ടം എന്ന് പോരാ. ഈ കൊച്ചുമക്കളെ കെട്ടിപ്പിടിച്ച് നോക്കുന്ന മുത്തശ്ശന്റെ ശരീരത്തിൽ നിന്ന് കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് ഓട്ടോ ഇമ്മ്യൂൺ പവർ പ്രവേശിക്കും. ആ കുട്ടിക്ക് വളരെ പെട്ടെന്ന് രോഗപ്രതിരോധ ശക്തി ഉണ്ടാകും. അതുകൊണ്ട് ഒരു വീട്ടിലെ മെഡിക്കൽ ബില്ല് പറയാൻ ഏറ്റവും ബെസ്റ്റാണ് മുത്തശ്ശിയെയും കൊച്ചുമക്കൾ കെട്ടിപ്പിടിച്ച് ഉറങ്ങുക എന്ന് പറയുന്നത്. അത് പ്രായോഗികമായി ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്ന വലിയൊരു രഹസ്യമാണ്. അപ്പോൾ കൊച്ചുമക്കളെ വളർത്തി കെട്ടിപ്പിടിച്ച് ഉറങ്ങിയാൽ ഒരു 65 വയസ്സിൽ മരിക്കേണ്ട മുത്തശ്ശി ചിലപ്പോൾ 80-85 വയസ്സായിട്ട് മരിക്കുമോ. ഇന്നാളൊരു സ്കൂളിൽ പോയി പ്രസംഗിച്ച് ഒരാഴ്ച തൊട്ടടുത്ത് പള്ളിയിൽ പോയി ഞാൻ പ്രസംഗിക്കാൻ ഒരു വലിയ ഓടി വന്നു. എന്താ സാറാ സ്കൂളിൽ പോയിട്ട് പ്രസംഗം മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞാൽ മുത്തശ്ശി 15 കൊല്ലം കൂടി ജീവിക്കും. എന്റെ മരുമോള് കേൾക്കും എടുക്കണ എന്റെ മോനെ അങ്ങനെ അമ്മായി സൂചിക്കണ്ടെന്ന് മോനെ എടുത്തുകൊണ്ട് പോയി സാധനം തിരിച്ചേരാൻ പറ സാധനം ഇത്ര വിവരഘട്ട മരുമക്കളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് പ്രസംഗിച്ചാണ് കെട്ടിച്ചെന്ന് കൊച്ചുമക്കളെ വെറുതെ മാറ്റിക്കളയല്ലേ. അപ്പൊ ശാസ്ത്രം പറയുകയാണ് കൊച്ചുമക്കളുടെ കൂടെ കളിച്ചു വളർന്നാൽ ആ കൊച്ചുമക്കൾ ലോകത്തിൽ വലിയ മഹാന്മാരായി തീരും. നിങ്ങളുടെ ആയുസ് 10-15 വർഷം കൂടുകയും നിങ്ങളുടെ ആരോഗ്യത്തോടെ ഈ ലോകത്തിൽ 85 വയസ്സ് ജീവിക്കുകയും. അതുകൊണ്ട് നമ്മുടെ അനന്ത തലമുറയോട് മക്കളോടും മരുമക്കളോടും ഉച്ചമക്കളോടും അനുക്രമമായി മെർജ് ചെയ്യാനായിട്ട് നമുക്ക് കഴിക്കണം. വളരെ ശ്രദ്ധേയമാണ്. ഇനി അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ അനന്തര തലമുറയെ രൂപപ്പെടുത്താനുള്ള മാർഗം. നമ്മുടെ അനന്തര തലമുറ രൂപപ്പെടുത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മക്കളെ വിവാഹം കഴിപ്പിക്കുമ്പോൾ ഹിന്ദുക്കൾ ജാതകം നോക്കിയില്ലേ 2 പേരുടെ ബ്ലഡ് ഗ്രൂപ്പ് എടുത്തൊന്ന് ചെക്ക് ചെയ്തേക്കണം. O പോസിറ്റീവ് ബ്ലഡ് ഉള്ള ഒരാള് B നെഗറ്റീവ് ഒരു പാർട്ണറിനെ വിവാഹം കഴിച്ചാൽ അതിലുണ്ടാകുന്ന കുട്ടികൾക്ക് ജനറ്റിക്കലായ ഡിസോർഡർ ഉണ്ടാവും, ലിവർ ഡാമേജ് ഉണ്ടാവും, മറ്റൊരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. AB നെഗറ്റീവ് ഉള്ള ഒരാള് A നെഗറ്റീവ് ഉള്ള ഒരു പാർട്ണറെ വിവാഹം കഴിച്ചാൽ ആ കുട്ടികൾക്ക് ഞരമ്പ് രോഗം ഉൾപ്പെടെ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് കല്യാണം നടന്നവർക്ക് നമ്മൾ ABCD നോക്കിയാണ് കല്യാണം കഴിപ്പിക്കുന്നത്. A എബിലിറ്റി, B ബ്യൂട്ടി, C ക്യാരക്ടർ, D ഡൗറി, E എഡ്യൂക്കേഷൻ, F ഫാമിലി. ഈ ABCD നോക്കിയിട്ടാണ് നമ്മുടെ മക്കളെ വിവാഹം കഴിപ്പിക്കുന്നത്. ഈ പാരന്റ് നോക്കുന്നതോടൊപ്പം വളരെ പ്രധാനമാണ് 2 പേരുടെയും ബ്ലഡ് ഗ്രൂപ്പ് എടുത്തിട്ട് ജനറ്റിക് ഡിസോർഡർ ഒന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കില്ല. ചില കേസിൽ കുട്ടികളുണ്ടാവില്ല ഈ മദ്യസ്ഥിതിയായിരിക്കും. അപ്പൊ ആരോഗ്യമുള്ള കുടുംബജീവിതം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മക്കൾക്കും മരുമക്കൾക്കും സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ, നമ്മുടെ കൊച്ചുമക്കൾ രോഗമില്ലാത്തവരായി ജനിക്കണമെങ്കിൽ നമ്മൾ കല്യാണം കഴിപ്പിക്കാൻ വേണം കല്യാണം കഴിപ്പിക്കാൻ. ആ മക്കൾക്ക് കുട്ടി ഉണ്ടാവുമ്പോൾ ആ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി മക്കൾക്ക് നിങ്ങളുടെ പേരൻസിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു കുട്ടികൾ ഗർഭത്തിൽ വെച്ച് കാര്യങ്ങൾ പഠിക്കുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നു. നമ്മുടെ കൊച്ചുമക്കൾ വലിയ നിലയത്ത് നോക്കി കുട്ടി ഗർഭത്തിൽ 90 ദിവസം ആകുമ്പോൾ മുതൽ ശ്രദ്ധിച്ചേ പറ്റും. 90 ദിവസം ആവുന്ന മുതൽ നമ്മുടെ മക്കളുടെ തലച്ചോറ് ഫോം ചെയ്യാനുള്ള സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ശ്രദ്ധിച്ചോ. ഗർഭത്തിൽ നിന്ന് അഭിമന്യു ചക്രവർത്തി മുളയ്ക്കാൻ പഠിച്ചതെന്നും ഗർഭത്തിൽ ഇരുന്നുകൊണ്ട് പ്രഹ്ലാദൻ നാരായണ പ്രാർത്ഥിക്കാൻ പഠിച്ചതെന്നും അഷ്ടാവക്രം വയറ്റി ഇരുന്നുകൊണ്ട് അപ്പന്റെ മന്ത്രം ചൊല്ലി തിരുത്തി നോക്കിയുള്ള പുരാണങ്ങൾ കേട്ടിട്ടില്ലേ? ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ശാസ്ത്രീയമായി ശരിയാണ്. ഇങ്ങനെയുള്ള ഒരു ഗവേഷണം 200 ഗർഭിണികൾക്ക് അവരുടെ ബെഡ്റൂമിൽ ഒരേ പാട്ട് നിർത്തും. ആ സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞ് കുഞ്ഞു കരഞ്ഞ ഈ പാട്ട് ഓൺ ചെയ്താൽ കുട്ടി കരച്ചത്. ആ കുട്ടി ഗർഭത്തിൽ കിടന്ന സമയത്ത് ഗർഭിണിയുടെ മുറി വെച്ച പാട്ട് ഓൺ ചെയ്താൽ കുട്ടികളുടെ കരച്ച് നിർത്തി ഇവിടെ വീട്ടിൽ ഇങ്ങനെ തലതിരിച്ച് നോക്കിക്കൊണ്ടിരിക്കും. വേറെ ഏത് പാട്ട് വെച്ചാലും കുട്ടി കരച്ചിൽ നിർത്തുകയില്ല. ഗർഭത്തിൽ ഇരുന്നുകൊണ്ട് കുട്ടികൾ ശബ്ദങ്ങൾ കേട്ടിരുന്നുവെന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്. മുസാഫ് എന്ന വിശ്വപ്രസിനെ സംഘടിക്കുന്നതായി 6ാമത്തെ വയസ്സിൽ പാട്ടുകൾ പാടാൻ 36ാമത്തെ വയസ്സായപ്പോഴേ 6000 ഗാനം കഴിച്ച മുസാഫ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പറയുന്നു, ഞാൻ ഗർഭത്തിരുന്ന 10 മാസം എന്റെ വിയന്ന കത്തീഡ്രൽ, എന്റെ അമ്മ വിയന്ന കത്തീഡ്രലിൽ സംഗീതം പഠിക്കുന്ന കോയർ ഗ്രൂപ്പിൽ അംഗമായിരുന്നു. എന്റെ അമ്മ പാടുന്നത് പറ്റിയെന്ന് കേട്ടിട്ടാണ് ഞാൻ സംഗീതജ്ഞനായതെന്ന് മുസാഫ് പറയുകയാണ്. ഫ്രാൻസിലൊരു ഗവേഷണം 200 ഗർഭിണികൾക്ക് ചതുര ഷേപ്പിലുള്ള കുട്ടികളുടെ ഫോട്ടോ കാണാറുണ്ട്. ആ സ്ത്രീകൾ പ്രസവിച്ചപ്പോൾ കുട്ടികളുടെ മുഖം ശ്രദ്ധിച്ചു. അപ്പൻ്റെ ഇവിടെ മുഖച്ചായുണ്ട്, പക്ഷെ അതിനൊരു ചതുര ഷേപ്പ് പറഞ്ഞു. വേറെ 200 ഗർഭിണികൾക്ക് ത്രികോണാകൃതിയിൽ മുഖമുള്ള കുട്ടികളുടെ ഫോട്ടോ കാണാറുണ്ട്. ആ സ്ത്രീകൾ പ്രസവിച്ചപ്പോൾ
കുട്ടികൾക്ക് അപ്പൻ്റെ അമ്മയുടെ മുഖച്ചായുണ്ട്, പക്ഷേ ത്രികോണാകൃതി ഫോം ചെയ്ത് എന്നെ കണ്ടെത്തി. അമ്മ എന്ത് കണ്ടു എന്നുള്ളത് കുട്ടിയെ സ്വാധീനിക്കും. ഇത് വേദോത്സവത്തിൽ പറയുന്നുണ്ട് ഈ കഥ. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ കറുപ്പും വെളുപ്പുള്ള ആടുകൾക്ക് പാൽ കൂടുതലാണെന്ന് യാക്കോബ് കണ്ടു. അപ്പൊ ഈ കറുപ്പും വെളുപ്പുള്ള ആട്ടുകുട്ടി എങ്ങനെ ഉണ്ടാകാം? അന്ന് ജെനറ്റിക്സ് ഒന്നും വന്നിട്ടില്ല. യാക്കോബ് എന്തേന്ന് അറിയാമോ? ആടുകൾ ഇട്ടിരിക്കുന്ന ആലയുടെ ചുറ്റും കറുപ്പും വെളുപ്പിലും തൂണുകൾ നാട്ടി. ഈ ആടുകൾ എണ്ണം ചെയ്തപ്പോഴും ഗർഭിണിയായിരിക്കുമ്പോൾ ഈ കറുപ്പും വെളുപ്പുള്ള തൂണുകൾ കണ്ടുകൊണ്ട് ഈ ആടുകൾ ഗർഭകാലം കഴിച്ചു കൂട്ടിയപ്പോൾ കറുപ്പും വെളുപ്പുള്ള ആട്ടുകുട്ടികൾ ഉണ്ടായിരുന്നും യാക്കോബിനോട് പാല് കിട്ടിയെന്ന് വേദോത്സവത്തിൽ 37-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു പൊട്ടകഥയല്ല, സത്യമാണെന്ന് ശാസ്ത്രത്തിൽ തെളിയിച്ചിരിക്കുന്നത്. ഈ കറുപ്പും വെളുപ്പുള്ള സുസ്പ്രോം പശുക്കൾക്ക് പാല് കൊടുക്കില്ലെന്ന് കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാര്യം ഈ സൂര്യപ്രകാശം ആഗിരണം ചെയ്യുന്നതാണ് ഈ പാലുൽപാദനമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടർ. അപ്പൊ ഗർഭത്തിരിക്കുന്ന അമ്മ എന്ത് കാണുന്നു എന്നുള്ളത് വളരെ പ്രത്യേക സംഭവമാണ്. നമ്മുടെ ക്രിസ്ത്യാനികൾ ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ ആദ്യ സ്ത്രീന്റെയും പള്ളിയിൽ പോയി കുമ്പസാരിച്ച് കുർബാനനുസരിച്ച് വികാരിച്ചുള്ള അച്ഛോ ഞാൻ ഗർഭിണിയാണ്. അപ്പം അച്ഛന്മാരെന്ത് ചെയ്യുന്നത്? അച്ഛന്മാർ ഉണ്ണിയേശുവിൽ പടം എടുത്തു, മോളെ ഇത് കണ്ടോണ്ട് നീ ഗർഭിണി, നീ കിടക്കുന്ന പോയി ഇത് കണ്ടോണ്ട് കിടന്നോളാം. അപ്പൊ ഉണ്ണിയേശുവിന്റെ പടം കണ്ടോണ്ട് കിടന്നാൽ ഉണ്ണിയേശുവിന് ഒരു കുഞ്ഞുണ്ടാവുന്നത് നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ സഭ നൂറ്റാണ്ടുകളെ വിശ്വസിക്കുന്ന സഭയാണ്. ഇത് ശാസ്ത്രം ഇന്ന് തെളിയിച്ചിരിക്കുന്നു. ജർമ്മനിയിൽ നടത്തൊരു ഗവേഷണം ഉണ്ടായിരുന്നു. ആ ഗവേഷണത്തില് 200 ഗർഭിണികൾക്ക് ശാസ്ത്രജ്ഞന്മാരുടെ ജീവിതം വായിക്കാൻ നമുക്ക് ഗർഭപാലം. ശാസ്ത്രജ്ഞന്മാരുടെ ജീവിതം വായിച്ചിട്ട് ഗർഭപാലം കഴിച്ചുകൊണ്ട് സ്ത്രീകൾ പ്രസവിച്ച കുട്ടികൾക്ക് ശാസ്ത്ര വിഷയങ്ങളിൽ ഭയങ്കര മാർക്ക്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിക്ക് ഭയങ്കര മാർക്ക്. അവരൊക്കെ പിന്നീട് ശാസ്ത്രജ്ഞന്മാരാവുകയും ശാസ്ത്ര അധ്യാപകരാകുകയും ചെയ്തു. വേറെ 200 ഗർഭിണികൾക്ക് യുദ്ധവീരന്മാരുടെ ജീവിതം വായിക്കാൻ ജൂലിയസ് സീസർ, ജംഗീസ് ഖാൻ, നെപ്പോളിയൻ, ഫെർഡിനാൻഡ്. അങ്ങനെ ഗർഭകാലം ഇത് വായിച്ച സ്ത്രീകൾ പ്രസവിച്ച കുട്ടികൾ ഭൂരിപക്ഷം പിൽക്കാലത്ത് പട്ടാളത്തിൽ പോലീസിനെ പറ്റി നമുക്ക് കാപ്പിയോടുള്ള പ്രത്യേക സ്നേഹം. 200 ഗർഭിണികൾക്ക് കത്തോലിക്ക സഭ വിശുദ്ധന്മാരുടെ ജീവിതം വായിക്കാൻ പറ്റും. കത്തോലിക്ക സഭ വിശുദ്ധന്മാരുടെ ജീവിതം വായിച്ച ഗർഭിണികൾ പ്രസവിച്ച കുട്ടികൾക്ക് ഭൂരിപക്ഷം പിൽക്കാലത്ത് അച്ഛന്മാരും കന്യാസ്ത്രീകളെ 3 പേര് ബിഷപ്പ്. അപ്പം ഗർഭിണിയും ഗർഭകാലത്ത് ഏത് മഹാന്റെ പുസ്തകം വായിക്കുന്നു അത് കുട്ടികൾക്ക് ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ അമ്മ ഗർഭിണിയായി കഴിഞ്ഞാൽ തന്റെ കുട്ടി ആരായിത്തീർന്ന് ആഗ്രഹിക്കുന്നു ആ രംഗത്ത് വിജയിച്ച കുറെ ശാസ്ത്രജ്ഞ ആളുകളുടെ ജീവിതത്തിൽ വായിക്കണം. കുട്ടിക്ക് അതിലോട്ട് ഒരു പ്രൊപ്പൻസിറ്റി ഉണ്ടാകും. ഗർഭിണിയായിരിക്കും അമ്മമാർ പഠിച്ചാൽ കുട്ടിക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിശക്തിയായി. നിങ്ങൾ ലേഡി ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ടോ? അവരുടെ മക്കളെല്ലാം ഭയങ്കര റാങ്ക്. കാരണം ലേഡി ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ വൈദ്യുതി നമ്മൾ പകുതി കെമിസ്ട്രി കുട്ടി അങ്ങ് പഠിക്കും. ബാക്കി പ്രസവത്തിൽ ബാക്കി പഠിച്ചാൽ മതി. അതാണ് ഈ ലേഡി ടീച്ചേഴ്സിന്റെ മക്കൾ പൊതുവെ പഠിക്കാൻ നല്ല ഉദ്യോഗമായിട്ടുള്ള കാരണം. അപ്പൊ ഗർഭിണിയാണെന്ന് മനസ്സിലായ ആദ്യം അമ്മ ചെയ്യേണ്ടത് ഒരു കമ്പ്യൂട്ടർ കോഴ്സിൽ ചെയ്യാം. ആ ടീച്ചർ പറഞ്ഞ് പഠിക്കണം. പ്രസവിച്ച് കഴിഞ്ഞ് പരീക്ഷ ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല. ഈ അമ്മയുടെ തലച്ചോർ ഇന്റലക്ച്വൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഇന്റലക്ച്വൽ ഹോർമോൺസിനെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ഇത് അമ്മയുടെ തലച്ചോറ് കയറി ഇറങ്ങിയില്ല, വയറ്റിൽ പോയി കുഞ്ഞിന്റെ തലച്ചോറ് കയറി. അപ്പൊ കുഞ്ഞിനെ ഓരോ ബുദ്ധിശക്തി ഉണ്ടാവും. നെൽസോന്റെ പുസ്തകം വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാൻ വൈദ്യുതി 10 മാസം എന്റെ അമ്മ TTCക്ക് പഠിക്കാൻ പോയത്. ടീച്ചേഴ്സ് അല്ല, TTC കമ്പൽസറിയാണ്. അങ്ങനെ അമ്മയെ കുറിച്ച് പറഞ്ഞു, ഞാൻ TTCക്ക് പഠിക്കാൻ വൈദ്യുതി കിടന്ന് തൊഴിച്ചോടാ വന്നിതൊക്കെ പറയാം. ഞാൻ ചിരിച്ചോണ്ട് എലിസോത്തമ്മക്കുന്ന പുസ്തകം വായിച്ചപ്പോഴാണ് മനസ്സിലായത്. ഞാൻ വൈദ്യുതി കിടന്ന 10 മാസവും എന്റെ അമ്മ TTCക്ക് പഠിക്കാൻ പോയതുകൊണ്ടാണ് എനിക്ക് 4-5 PhD IAS ഒക്കെ പാസ്സാക്കിയത്. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്ന പുസ്തകം വായിച്ചത്. അപ്പൊ ഗർഭിണികൾ ഗർഭിണിയാവുമ്പോൾ ഇന്റലക്ച്വൽ വർക്ക് ചെയ്യും. കുട്ടിക്ക് പഠിക്കാൻ നല്ല കഴിവുണ്ടാകും. കുട്ടി ജനിച്ച് വീട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വലിയ നിലകളിലെത്താൻ അച്ഛനും അമ്മയ്ക്കും മുത്തച്ഛനും മുത്തശ്ശിക്കും ദൈവം എവിടം വരെയാണ് സമയം കൊടുത്തിരിക്കുന്നത്? ദൈവം 12 വയസ്സ് വരെയാണ് കൊടുത്തിരിക്കുന്നത്, 7ാം ക്ലാസ് വരെ. ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ കുട്ടിയുടെ തലയോട്ടെ അളന്നാൽ 33 സെന്റിമീറ്റർ ചുറ്റുമായി, കുട്ടികൾ 31 സെന്റിമീറ്റർ ചുറ്റുമായി. കുട്ടിക്ക് ഒരു 12 വയസ്സാകുമ്പോൾ അളന്നാൽ 50 മുതൽ 57 സെന്റിമീറ്റർ ചുറ്റുമായി. പിന്നെ തലച്ചോറ് വളരെയല്ല, തലയോട്ടി വളരെയല്ല. 100ാമത്തെ വയസ്സിൽ വലിയപ്പണ തല അളന്നാൽ 12ാമത്തെ വയസ്സിൽ അളന്നപ്പോൾ എത്ര സെന്റിമീറ്ററാണ്? 4 സെന്റിമീറ്റർ കിട്ടുന്നത്. ഈ 12 വയസ്സുള്ള കാലഘട്ടത്തില് ഏറ്റവും പ്രധാന കാലഘട്ടം ഏതാണ്? ശാസ്ത്രം പറയുന്നു 3 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെ. LKG, UKG, സ്റ്റാൻഡേർഡ് 1, സ്റ്റാൻഡേർഡ് 2 ഇത് 4 ഭൂമിയിൽ ഒരു മനുഷ്യൻ ആരായിത്തീരും നിശ്ചയിക്കുന്ന കാലഘട്ടം. അതുകൊണ്ട് ആ പ്രായത്തിൽ കുഞ്ഞുങ്ങളുണ്ടാവുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും, ഓൾഡ് ഏജ് പ്രായമായ മുത്തശ്ശനും മുത്തശ്ശിയും ശ്രദ്ധേയമായ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. കുഞ്ഞിന് അപ്പനും അമ്മയ്ക്കും ജോലി മറ്റേത് ഓട്ടവും ചാട്ടമാണ്. വീട്ടിൽ നിൽക്കാൻ സമയം കിട്ടില്ല. കുട്ടിയെ ശ്രദ്ധിക്കേണ്ടത് മുത്തശ്ശനും മുത്തശ്ശിയാണ്. അപ്പോ വാർദ്ധക്യത്തിലുള്ള നിങ്ങൾ കുട്ടിക്ക് ചില കാര്യങ്ങൾ ചെയ്തോളൂ.
കുട്ടി ജനിച്ച ആദ്യത്തെ കുട്ടിയുടെ ബുദ്ധിശക്തി എന്താണെന്നറിയാമോ? ഈ തലച്ചോറിനകത്ത് 60,000 ലക്ഷം ന്യൂറോൺ. ഒരു ന്യൂറോണിന് 50 മുതൽ 1000 വരെയൊക്കെ ശാഖ ഉണ്ടാകും. തലച്ചോറിന് പ്രസരിപ്പുണ്ടായാൽ ഈ ന്യൂറോൺസിന്റെ ശാഖ ഇളകിയാൽ ഒരു ന്യൂറോണിന്റെ ശാഖ പോയി ഓരോ ന്യൂറോണിന്റെ ശാഖ പിടിച്ചാൽ അതാണ് സിനാപ്സസ് എന്ന് പറയുന്നത്. തലച്ചോറിൽ എത്ര സിനാപ്സസ് കൂടുന്നു അത്രയുമാണ് തലച്ചോറിന്റെ ബുദ്ധിശക്തി. ഇത് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കാം. കുട്ടി ജനിച്ച ആദ്യത്തെ 6 മാസക്കാലം കുട്ടി കിടക്കുന്ന ബെഡ്റൂമിൽ പ്രകാശം കത്തിയാണ് സത്യം. കുഞ്ഞിരിക്കാൻ കണ്ടു കഴിഞ്ഞാൽ തലച്ചോറ് പ്രശ്നം. നമ്മുടെ വീട്ടിൽ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാൻ കുറെ വിളക്കുകളുണ്ട്. ഡിസംബർ 1 നമ്മൾ ഓൺ ചെയ്യും. ജനുവരി 7 അതെല്ലാം കുട്ടി അലമാരി കൊണ്ടുപോകും. ഇത് ഭയങ്കര ഉപയോഗമുള്ള ശാസ്ത്രമാണ്. ഈ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്ന വിളക്ക് കൊച്ചു കുഞ്ഞ് കിടക്കുന്ന ബെഡ്റൂം ഇങ്ങനെ കത്തി അണയുന്നതിനനുസരിച്ച് കുഞ്ഞിങ്ങനെ ഈ പ്രകാശം കത്തി നോക്കിയിട്ട് കുഞ്ഞിന് തലച്ചോറ് സിനാപ്സിസ് ഡെവലപ്പ് ചെയ്യും. കുഞ്ഞിന് മോഹന ബുദ്ധിശക്തി ഉണ്ടാവും. 6 മാസം മുതൽ 1 വയസ്സ് വരെ ചുവപ്പ്, പച്ച, മഞ്ഞ എന്ന 3 നിറങ്ങൾ കുട്ടിയെ കാണിക്കും. ബേസിക് കളേഴ്സ്. പ്രായപൂർത്തിയായാലും 3 ലക്ഷം നിറങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കുട്ടി കിടക്കുന്ന ബെഡ്റൂമിന്റെ വിൻഡോ ഡോർ ചുവപ്പ്, പച്ച, മഞ്ഞ നിറങ്ങളാണ്. കുട്ടിയുടെ റൂഫിൽ ചുവപ്പ്, പച്ച, മഞ്ഞ തോരണങ്ങളോട് കെട്ടിയത്. അമ്മ കുഞ്ഞിനെ എടുക്കാമ്പോൾ ഒരിക്കലും പ്ലെയിൻ സാരി എടുത്തൊന്നും പോകരുത്. ചുവപ്പ, പച്ച, മഞ്ഞ നിറങ്ങൾ ഇടകളൊന്നും സാരി ബ്ലൗസും. കുഞ്ഞിങ്ങനെ അമ്മ നോക്കുമ്പോൾ കുഞ്ഞിന്റെ ശരീരം അമ്മയുടെ ശരീരത്തിൽ കളർ. വേലക്കാരി കുഞ്ഞിനെ എടുക്കാൻ സാധ്യതയുണ്ടെങ്കിൽ വേലക്കാരിക്ക് 3 സെറ്റ് സാരി ബ്ലൗസും ഫ്രീ ആയിട്ട് വാങ്ങിച്ചു കൊടുത്തേക്കാം. നമ്മുടെ കുഞ്ഞിന് അതിന്റെ 100 ബുദ്ധി ഉണ്ടാവും. അപ്പൊ ഈ നിറങ്ങൾ കാണുന്ന കുട്ടിയുടെ തലച്ചോർ പ്രസിക്ക് കുട്ടിക്ക് ഓവർ ഉണ്ടാവുകയും ചെയ്യും. 1 വയസ്സോട് 1.5 വയസ്സ് വരെ ചലിക്കുകയും ശബ്ദിക്കുകയും ഞാൻ കളിപ്പാട്ടം കൊടുക്കും. കുട്ടിയുടെ ഈ ടോയുടെ ചലനം കുട്ടിയുടെ കണ്ണ് വെച്ച് കുട്ടി ട്രാക്ക് ചെയ്യും. ശബ്ദം തലയുടെ സൈഡിലോട്ട് ചെവികളാണ് ട്രാക്ക് ചെയ്യും. അപ്പൊ ചെണ്ടടിച്ചോടൊന്ന് പറയണം അപ്പാട്ടോട്ട് താറാവും. ഇതിങ്ങനെ തലച്ചോറ് ഒഴിച്ച് പ്രവർത്തിക്കാൻ കഴിവ്. 1.5 വയസ്സ് തൊട്ട് 2.5 വയസ്സ് വരെ 4 ഓറിയന്റേഷൻ ഡെവലപ്പ് ചെയ്യുന്ന കാലഘട്ടം. കുഞ്ഞ് ആരായിട്ടുള്ളത് ഓറിയന്റേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ആ പ്രായത്തിലാണ്. കുട്ടിക്ക് പൊട്ടുന്ന കളിപ്പാടം മാറ്റം. പൊട്ടാത്ത കളിപ്പാടം കൊണ്ട് ബുദ്ധി വളരുകയാണ്. പൊട്ടുന്ന കളിപ്പാടം മാറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി ഇങ്ങനെ കളിക്കും. കുറച്ച് കഴിഞ്ഞ് കളിപ്പാടം താഴെ പൊട്ടിപ്പോകും. പണ്ടെന്ന് പറഞ്ഞാൽ കളിപ്പാട്ടം പൊതുവെ സൂക്ഷിച്ച് 2.5 വയസ്സാകും അമ്മയും കുഞ്ഞും കൊടുക്കുക അപ്പനും കുഞ്ഞും കളിപ്പാട്ടം റിപ്പയർ. എത്ര കൂടുതൽ കളിപ്പാട്ടം റിപ്പയർ ചെയ്ത് കാണുന്നു അത്രത്തോളം ആ കുട്ടി പിൽക്കാലത്ത് വലിയൊരു ആർക്കിടെക്റ്റോ വലിയൊരു ശാസ്ത്രജ്ഞനോ ഒരു എഞ്ചിനീയറോ ഒരു IAS ഓഫീസറോ ഒക്കെ ആയിത്തീരും എന്ന് ശാസ്ത്രജ്ഞൻ പറയും. എന്റെ വീട്ടിൽ എനിക്ക് പാലിക്കും ജോലിയാണ്. ഞങ്ങളെ ക്വാർട്ടേഴ്സിനടുത്ത് ഒരു സൈക്കിൾ വർക്ക്ഷോപ്പില്ല. അവിടുന്ന് ഒരാളിനെ വിളിച്ച് ദിവസം 75 രൂപ കൊടുത്തിട്ട് അയാളാണ് ഇതെല്ലാം റിപ്പയർ കാണിക്കുന്നത്. ഏറ്റവും കൂടുതൽ കളിപ്പാട്ടം റിപ്പയർ കണ്ട രണ്ടാമത്തെ മോളെ വീട്ടൊക്കെ ഫസ്റ്റ് ക്ലാസ് കളിപ്പാട്ടം റിപ്പയർ കണ്ട മോളെ. ചില അപ്പന്മാരെ കളിപ്പാട്ടം വാങ്ങിച്ച് അലമാരി കൊണ്ട് കൂട്ടി വെച്ചേക്കും. കുഞ്ഞാലവാട് മുമ്പിൽ പോയി ഇങ്ങനെ വെള്ളം കൂടി കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ കളിപ്പാട്ടം കളിക്കാൻ കൊടുക്കാത്ത കുട്ടികൾ 22 വയസ്സ് കഴിഞ്ഞാൽ അപ്പന്റെ ചെവിക്കലിനടുത്ത് പണ്ട് ഇത് കൊടുക്കാത്ത വൈരാഗ്യ കുഞ്ഞിനെ മനസ്സിലാക്കാൻ കളിപ്പാട്ടം മാറ്റലേ വാങ്ങിക്കണ്ട. പക്ഷെ വാങ്ങിച്ച കുട്ടി കളിക്കാൻ കൊടുത്തിരിക്കണം. മുത്തശ്ശി കുട്ടികൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഗുണം നിങ്ങളുടെ കയ്യിലുള്ള പൈസ എത്രയാണ് അതിന് കുറെ ടോയ്സ് കുട്ടിക്ക് വാങ്ങിച്ചു. പ്രത്യേകിച്ച് ഈ പൊട്ടുന്ന കളിപ്പാട്ടം വലിയ എത്ര കളിപ്പാടം വാങ്ങിച്ചു കൊടുക്കുന്നു അത്രയും ആ കുഞ്ഞ് ജീവിതത്തിൽ എവിടെ വരെ എത്തുന്നത് കണ്ടെത്താൻ പറ്റും. രണ്ടാമതായി കുട്ടികൾ ചിത്രങ്ങൾ കൊടുക്കണം. ആ ചിത്രങ്ങൾ കുട്ടി കൈ വെച്ചിങ്ങനെ കീറും. നമ്മുടെ കൈ വലത്തോട്ട് വന്നാൽ വലത്തോട്ട് കുഞ്ഞിന് ആ കഴിവില്ല, സിങ്ക്രണൈസേഷൻ ഇല്ല. കുഞ്ഞ് വലത്തോട്ട് പോകാൻ ഉദ്ദേശമാണ് കൈകൾ വലത്തോട്ട് പോകും. ചിത്രം കീറിക്കഴിഞ്ഞാൽ അത് പൊതുവെ സൂക്ഷിച്ചിട്ട് 2.5 വയസ്സാണ് അമ്മയും കുഞ്ഞും കൊണ്ടിരുന്ന ചിത്രത്തിന് മോർ സൈഡ് സെലോറ്റേപ്പ് ചിത്രം പുനഃസ്ഥാപിക്കണം. എത്രത്തോളം ചിത്രങ്ങൾ പുനഃസ്ഥാപിക്കണം അത്രത്തോളം കുട്ടികൾ കണ്ട് വലിയൊരു കലാകാരനായിരിക്കും. ഒരു ലിയോണോടാവും ചെയ്യും. മൈക്കലാഞ്ചലോ ഒരു പാട്ടുകാരനെ യേശുദാസോ ഒരു രാജലിയോക്കെ ആയിട്ടൊരു ശാസ്ത്രജ്ഞൻ. മൂന്നാമതായി കുട്ടികൾ കൊടുക്കേണ്ടത് ബലൂണുകളാണ്. കുട്ടിയുടെ മുമ്പിൽ ബലൂൺ വീർപ്പിച്ചു കൊടുത്താൽ നല്ലത്. ചിത്രമുള്ള ബലൂൺ കൊടുക്കണം. കുട്ടി ഇങ്ങനെ ബലൂൺ വെച്ച് കളിക്കും. പെട്ടെന്ന് ബലൂൺ ടപ്പൊന്ന് പൊട്ടും. സിമ്പിൾ കെമിസ്ട്രിയാണ്. റബ്ബറിനകത്ത് കാർബൺ ഡയോക്സൈഡ് എക്സോസ്മോസിസ് കൊണ്ട് റബ്ബർ പൊട്ടും. അതാണ് സിമ്പിൾ കെമിസ്ട്രിയാണ്. കുട്ടി വലിയ വലിയ കാര്യങ്ങളൊന്നും നഷ്ടപ്പെട്ടു വിചാരിച്ചു. ഒരു ബലൂൺ പൊട്ടുമ്പോൾ അടുത്ത് ബലൂൺ പൊട്ടും. ആ ബലൂൺ പൊട്ടുമ്പോൾ അടുത്ത ബലൂൺ പൊട്ടും. എത്രത്തോളം ബലൂണുകൾ പൊട്ടിക്കുന്നു അത്രത്തോളം കുട്ടി മനസ്സിലാവും ജീവിതം വളരെ നശ്വരമാണ്. ഞാൻ മരിച്ചാൽ ഈ ലോകത്തിലെ ആളുകളെ ഓർത്തിരിക്കണം. അവൻ പ്രശസ്തിക്ക് വേണ്ടി ശ്രമിക്കും. ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ഫെയിം ഇസ് ദ ലാസ്റ്റ് ഇൻഫോർമേറ്റീവ് നോബിൾ സോഴ്സ്. ആ കുട്ടി പിൽക്കാലത്ത് വലിയ ലോകം അറിഞ്ഞിരിക്കുന്ന മഹാനായി മാറും. ചില കുട്ടികൾക്ക് മനസ്സിലാവും ശരീരം നശ്വരമാണ്, പക്ഷെ ആത്മ മത്സരമാണ്. അങ്ങനെയാണ് ആ കുട്ടിക്ക് മനസ്സിലാവുന്നെങ്കിൽ ആ കുട്ടി ആത്മീയ രംഗത്ത് ഉയർന്നു വലിയൊരു വിവേകാനന്ദ സ്വാമിയോ ഒരു മദർ തെരേസ ഒക്കെ ആയിത്തീരുന്ന ശാസ്ത്രജ്ഞനാണ്. നാലാമതായി മുത്തശ്ശിയെ ശുശ്രൂഷിക്കുമ്പോൾ കുട്ടിക്ക് ഒരു റോൾ ഒരു പക്ക വെള്ളം കൊണ്ടാ അച്ഛനൊക്കെ
ഒന്ന് കുളിപ്പിക്കണ്ടേ, നീ ഒരു തൊട്ടത്തിനെ അമ്മയെ തന്നെ തുടക്കണ്ടേ. മുത്തശ്ശനെ മുത്തശ്ശിയെ ശുശ്രൂഷിക്കുമ്പോൾ കുട്ടികളോട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ആ കുട്ടികൾ പിൽക്കാലത്ത് വലിയ ഡോക്ടർമാരും ഫ്ലോറൻസ് നൈറ്റിംഗേൽ വലിയ നഴ്സുമാരൊക്കെ ആയിരിക്കും. അല്ലാതെ മുത്തപ്പനെ ചീത്ത വിളിച്ചിട്ട് മോനെ ഡോക്ടറാണോ എന്ന് പറഞ്ഞാൽ അവൻ ഡോക്ടർ ആവില്ല, ഒരു കമ്പൗണ്ടർ ആവില്ലെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. 2.5 വയസ്സ് കഴിയുമ്പോൾ കുട്ടിക്ക് വലിയ ഡെവലപ്മെന്റ് ഏജാണ്. ഒന്ന് കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ, ഒന്നിനോട് താരതമ്യപ്പെടുത്തി മനസ്സിലാക്കാനുള്ള കഴിവാണ്. ഇതുണ്ടെങ്കിൽ ഒരാൾക്ക് ഡോക്ടറാകും, ഇതുണ്ടെങ്കിൽ ഒരാൾക്ക് IAS തന്നെ ആകും. അപ്പൊ മുത്തശ്ശന് യാത്ര ചെയ്യുമ്പോൾ കുഞ്ഞിനെ അവിടെ കാറാക്കാനോ, കുഞ്ഞിങ്ങനെ പോകുമ്പോ ഒരാളുടെ കുക്കാരം വരുന്നത്, 4 കുക്കാരം വരുന്നത്, 2 കുക്കോളം മുണ്ടാൻ വരുന്നത്, ഒരു വണ്ടിക്ക് 2 വീലർ മോട്ടോർ സൈക്കിൾ ആയിരിക്കുന്നത്, 3 വീലർ ഓട്ടോറിക്ഷ, 4 വീലർ കാർ, 8 വീലർ ലോറി, 22 വീലർ കണ്ടെയ്നർ ലോറി, ഒരു വീട് ചെറിയൊരു വീട്, ഒരു വീട് വലിയൊരു 9 നിലക്കെട്ട് ഫ്ലാറ്റ് സ്ഥാപിച്ച് കുട്ടിയുടെ തലച്ചോറിലേക്ക് ഈ സ്വപ്നം ഇങ്ങനെ കയറും. കുട്ടിക്ക് ഭയങ്കരമായ വിവരങ്ങൾ ചേർക്കാൻ കഴിയും. ട്രാവൽ ഈസ് എഡ്യൂക്കേഷൻ. അപ്പനുമേൽ കുട്ടിയെ കൊണ്ടുപോകുന്ന സമയമൊന്നുമില്ല. മുത്തശ്ശിയും കാറിൽ കുഞ്ഞിനെ കൊണ്ടുപോകണം. എത്ര കൊണ്ടുപോകുന്നു അത്രത്തോളം ആ കുട്ടികൾ കാലത്ത് ഒരു ഡോക്ടറോ IAS ഓഫീസറോ ഒരു ശാസ്ത്രജ്ഞനൊക്കെ ആയിത്തീരാനുള്ള അവസരം ട്രാവൽ ഈസ് എഡ്യൂക്കേഷൻ സംഭവിക്കാൻ. രണ്ടാമതായി കുട്ടിയെ മൃഗശാലയെ കൊണ്ടുപോകണം. കുട്ടിയുടെ നഴ്സറി പുസ്തകത്തിൽ കുരങ്ങനാണ്. കുട്ടി മൃഗശാല ചെല്ലും ഒരു മുറിയിലൊരു കൂറിൽ അപ്പുറത്തൊരു ഉറാങ്ങാൻ, അപ്പുറത്തൊരു ചിമ്പൻസി, ഇപ്പുറത്തൊരു ബാബു, അതിനപ്പുറത്തെ സിംഹാനെ പറയാം. കുട്ടി കുരങ്ങനാണെങ്കിൽ കുരങ്ങനുള്ള വ്യത്യാസം ശ്രദ്ധിക്കാം. കുഞ്ഞിന് ഒരുപാട് കമ്പാർട്ട്മെന്റ് പോകുന്നത്. കുട്ടിയുടെ പുസ്തകം തത്തമ്മ പടമാണ്. പക്ഷേ സൂചിച്ചുള്ളപ്പോൾ 25 തത്തന്മാർ. കുട്ടി ഒരു തത്തമ്മ മറ്റു തത്തമ്മ താരതമ്യം. വീട്ടിലിരിക്കുമ്പോൾ താരതമ്യ അവസരം കിട്ടില്ല. അതുകൊണ്ട് മുത്തശ്ശി കുഞ്ഞിനെ കൊണ്ട് മൃഗശാല കൊണ്ടുപോയി കാണിക്കും, മ്യൂസിയം കൊണ്ട് കാണിക്കണം. കുട്ടിക്ക് അപ്പനും സമയമില്ല, നിങ്ങളാണ് ചെയ്യേണ്ടത്. കുട്ടിക്ക് അപാര അറിവ് ശേഖരിക്കാനുള്ള കഴിവുണ്ട്. കമ്പാർട്ട് അനാലിറ്റിക്കൽ പവർ കിട്ടും. ഈ സമയത്താണ് കുട്ടിക്ക് ഒബ്സർവേഷൻ പവർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പനും കുഞ്ഞിനെ കൊണ്ടുപോയി ഒബ്സർവേഷൻ പവർ കാണിക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നഴ്സറിയിൽ കുറെ പാട്ടുകൾ. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ അപ്പ് അബവ് ദ വേൾഡ്സ് ഓഫ് ഹൈ അക്കാഡമിക്. ആകാശ നക്ഷത്രങ്ങളെ നോക്കി ചിമ്മ നക്ഷത്രത്തെ കുഞ്ഞിന് ഒബ്സർവേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പാട്ട്. മലയാളത്തിൽ കവിഞ്ഞ് ചെയ്തു. ഈ ടിങ്കിൾ ടിങ്കിൾ സ്റ്റാർ മലയാളത്തിൽ എഴുതി. കൊച്ചു നക്ഷത്രമേ നിന്നെ ആരാ മച്ചിലിരുത്തിയത് അമ്മയാണ്, വല്ലതും തട്ടി മറിച്ചോ നീ, വല്ലാതെ വാശി പിടിച്ചോ. പണ്ട് ചെറുപ്പത്തിൽ കുസറി കാണിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പഴയ നമ്പൂരി ഇല്ല, അതിനെ മച്ചിക്കേറ്റിരുത്തില്ല, പണ്ടത്തെ പണിഷ്മെന്റ്. അങ്ങനെ ഇരുത്തിയൊരു കുട്ടി ആകാശത്തോട് നോക്കി. കുട്ടി നക്ഷത്രത്തെ കണ്ടു. കുട്ടി നക്ഷത്രം ചോദിക്കുകയാണ്, കൊച്ചു നക്ഷത്രമേ നിന്നെ ആരാ മച്ചിലിരുത്തിയത് അമ്മയാണ്. പിന്നെ ഇവനെ ഈ സാധനം എടുത്തത് എന്തിനാണ്? വല്ലതും തട്ടി മറിച്ചോ നീ, വല്ലാതെ വാശി പിടിച്ചോ നീ. അവർക്ക് വലിയമ്മച്ചിമാരിൽ കുഞ്ഞിനോട് പാട്ടുപാടിയ പാട്ടിന്റെ കഥ ഇങ്ങനെ പറഞ്ഞത്. ഇതിൽ നിന്നാണ് കുട്ടിക്ക് ഒബ്സർവേഷൻ പവർ ഡെവലപ്പ് ചെയ്യുന്നത്. വലിയമ്മച്ചി ജല്ലി മോനെ കണ്ട തത്ത വലിക്കുന്ന തത്തമ്മ നോക്കിയോ, കുഞ്ഞിന്റെ മണ്ട കയ്യിൽ ഒബ്സർവേഷൻ പവർ ഉണ്ട്. ഈ സമയത്താണ് കുട്ടിക്ക് ഒക്കാബുലറി ഡെവലപ്പ് ചെയ്യുന്നത്. ഒക്കാബുലറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അമ്മയ്ക്ക് കുഞ്ഞിനോട് എപ്പോഴും വർത്തമാനം പറയാൻ പറ്റില്ല. വല്യമ്മയ്ക്ക് ഫ്രീ ടൈം. വല്യമ്മ കുഞ്ഞിന്റെ കൂടെ ഇരുന്ന കഥകൾ പറയും. ഈ കഥ പറയുമ്പോഴാണ് കുഞ്ഞിന് ഒക്കാബുലറി ഡെവലപ്പ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ 15,000 വാക്ക് മാസത്തിലാണ് ഇംഗ്ലീഷ് ഫ്ലോയിലായിട്ട് സംസാരിക്കാൻ പറ്റുക. അത് പഠിപ്പിക്കാൻ വേണ്ടി കാർട്ടൂൺ നെറ്റ്വർക്ക് ഓക്സ്ഫോർഡിലെ കേട്ടിട്ടിലെ 140 പ്രൊഫസർമാരിരുന്ന് ഇംഗ്ലീഷ് ഭാഷയിലെ 15,000 വാക്കുകൾ ചേർത്തിട്ടാണ്. പട്ടിയും കുരങ്ങും പന്നിയൊക്കെ സംസാരിക്കുക. പക്ഷെ സംസാരിക്കുമ്പോൾ എന്താണെന്ന് അറിയാമോ, ഈ 15,000 വാക്കാണ് ഈ കോൺവെർസേഷൻ ചേർത്തിരിക്കുന്നത്. അപ്പം കാർട്ടൂൺ നെറ്റ്വർക്ക് ഒരു കുട്ടിയുടെ 8 വയസ്സിലൊക്കെ കേൾക്കുകയാണ് ഈ കുട്ടിക്ക് അമോഘ കപ്പാസിറ്റി ഇംഗ്ലീഷ് സംസാരിക്കാൻ. കേരളത്തിൽ ചിൽഡ്രൻസ് സെക്രട്ടറിയായ കഥ പറയുന്ന മുത്തശ്ശിയാണ്. വീഡിയോ കാസറ്റ്സാണ്. ഈ മുത്തശ്ശി കഥ പറയുന്നത് കേട്ടാൽ കുട്ടിക്ക് മലയാള ഭാഷ ശരിക്കും പഠിക്കാൻ പറ്റും. അപ്പൊ മുത്തശ്ശിയും കൂടുതൽ സംസാരിക്കുന്ന കൊച്ചുമക്കൾക്കാണ് പ്രസംഗിക്കാനും ഭാവിയിൽ അധ്യാപകരാകാനൊക്കെ കഴിയുന്നതാണ് ശാസ്ത്രം കണ്ടെത്തിയുള്ളത്. ഇങ്ങനെ മുത്തശ്ശിയും ശ്രദ്ധിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ കൊച്ചുമക്കൾ ലോകത്തിൽ വലിയ നിലയിലെത്തും. നിങ്ങൾക്കൊരു ജീവനോട് ഒരുപക്ഷെ കാണാൻ പറ്റിയല്ല. നിങ്ങൾ ഞാനൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ, മരണശേഷം സ്വർഗത്തിൽ കാണാൻ പറ്റും. നിങ്ങളുടെ കൊച്ചുമക്കളുടെ വലിപ്പം കാണാൻ പറ്റും. ഇനി കുട്ടികളെ പഠിപ്പിക്കുന്ന ബാക്കി പറഞ്ഞ കയറുന്ന സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ലില്ലിച്ചെറിയാനും നിങ്ങളുടെ ടെസ്റ്റിങ് അയച്ചു കൊടുത്തേക്കാം. 10-100 കാസറ്റ് അയച്ച് പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യണം, IAS പരീക്ഷ പഠിക്കാൻ എന്ത് ചെയ്യണം, മൾട്ടിപ്പിൾ ഡിഗ്രീസ് എടുക്കാൻ എന്ത് ചെയ്യണം, പ്രൈവറ്റായിട്ട് വീട്ടിൽ ഡിഗ്രി എടുക്കണമെങ്കിൽ ഇതെല്ലാം ഞാൻ അയച്ചു തരാം. ആവശ്യമുള്ളവരെ ലില്ലിച്ചെറിയാൻ അല്ലെങ്കിൽ ടെസ്റ്റ് സമീപിച്ചിട്ട് അത് ഉപയോഗിച്ച് പഠിക്കണം. എന്നോട് 1-12 പേര് IAS പഠിക്കാൻ വേണ്ടി കുട്ടികളുടെ അടുത്ത് വന്നു. നിങ്ങളത് ഇതുപോലെ സ്വീകരിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് സഹായം ഞാൻ ചെയ്തുതരാം. IAS പരീക്ഷ എഴുതാൻ വേണ്ടിയുള്ള സഹായം ചെയ്തുതരാം. ഇപ്പോഴേ നിങ്ങൾ ലക്ഷ്യമിട്ടാൽ
വളരെ പെട്ടെന്ന് പാസ്സാകും. എൻ്റെ അനിയൻ്റെ മോന് 22 വയസ്സുള്ള MA സെക്കൻഡ് പഠിക്കുക, IPS കിട്ടി. 3 മാസം IPS കിട്ടി. ഇപ്പോൾ ട്രെയിനിങ് പഠിക്കാം. അപ്പോൾ ഒരു ഡിഗ്രി ആയപ്പോഴേ അല്ലെങ്കിൽ 12ാം ക്ലാസ് ആയപ്പോഴേ ഇൻസ്പിറേഷൻ കൊടുത്തതാണ് 22 വയസ്സായി IAS പരീക്ഷ പാസ്സായി അല്ലെങ്കിൽ പറ്റിയ. അപ്പോൾ എൻ്റെ അടുത്ത് തോന്നിയ കുട്ടികൾ ലിറ്ററിയാണ് ട്രസ്റ്റിൽ സമീപിച്ചിട്ടാണ് അതെടുത്തിട്ട് പഠിക്കാം, ഇപ്പോഴേ പഠിക്കാം, ബാക്കി എന്ത് സഹായങ്ങളും ചെയ്തു തരാം. അപ്പോൾ ഈ രണ്ടാമത്തെ അന്വേഷണം എന്ന് പറയുന്നത് മക്കളോടും മരുമക്കളോടും കൊച്ചുമക്കളോടുള്ള അന്വേഷണമാണ്. ആ അന്വേഷണം എത്രമാത്രം കൊണ്ടാക്കാൻ പറ്റുമോ അത്രയുമാണ് നിങ്ങളുടെ വയസ്സുകാലത്തെ സന്തോഷം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ടുള്ള അന്വേഷണം ദൈവവുമായിട്ടുള്ള അന്വേഷണമാണ്. ചെറുപ്പകാലത്ത് ദൈവത്തിനായാലും നോക്കാനുള്ള സമയമില്ല. ചെറുപ്പത്തിൽ നമ്മൾ വലിയ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, പഠിക്കും കാര്യങ്ങളാണ്. പക്ഷേ അതുകൊണ്ട് കഴിഞ്ഞിട്ട് മധ്യകാലഘട്ടത്തിൽ മനുഷ്യൻ ദൈവത്തെ മറക്കും. പക്ഷെ വാർദ്ധക്യമായി ജോലിയെല്ലാം കഴിഞ്ഞ് പെൻഷൻ വാങ്ങിച്ച് നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുക. ആ സമയത്താണ് മനുഷ്യൻ ഈശ്വരനോട് ഐക്യത്തിലെത്തുന്നത്. 75 വയസ്സൊരു അബ്രഹാമിന് ദൈവത്തോട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? മക്കളില്ലാത്ത ഒരു മനുഷ്യൻ, ഇഷ്ടംപോലെ 400ഓളം അടിമകളുണ്ടായി, ഇഷ്ടംപോലെ ആടുമാടുകൾ. അന്നത്തെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ സാറായി അവരുടെ ഭാര്യ. പല കാര്യങ്ങളുണ്ട്, ഒരു കാര്യമില്ല. 75 വയസ്സ് അബ്രഹാം ദൈവവുമായി അന്വേഷണത്തിലായി. ദൈവം അവനെ വിളിച്ചു, അവനോട് പറഞ്ഞു, അബ്രഹാമിന്റെ സന്തതി പരമ്പര ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടത്തിട്ടത് മണത്തരികളെ പോലെയും എണ്ണത്തിൽ പെരുക്കുന്നു. ദൈവമാർക്ക് പാലിക്കാൻ അബ്രഹാമിന് ഹാഗാർ ഇസ്മായിലിന്റെ പുത്രനുണ്ടായി. ഇസ്മായിലൂടെ 12 ആൺമക്കളുണ്ടായി. ആ 12 ആൺമക്കളുടെ 65 കോടി അറബികളുടെ പൂർവ്വപിതാവായി അബ്രഹാം അറിയുന്നു. അവർ സാറായി ഇസ്ഹാക്കുണ്ടായി. ഇസ്ഹാക്കുടെ മൂത്തവണ് ഏശാവിലൂടെ ഏദോമ്യ എന്ന് പറയപ്പെടുന്ന 3 കോടി ജനങ്ങളുടെ പൂർവ്വപിതാവായ അബ്രഹാം. അവന് രണ്ടാമത് ഇസ്ഹാക്കുണ്ട്. അതിലൂടെ യാക്കോബിന്റെ സന്ധ്യ ഉൾപ്പെടെ ഒരു 3 കോടിയുള്ള യഹൂദന്മാരുടെ പൂർവ്വപിതാവാണ്. അബ്രഹാമിന്റെ കോത്തുവായ മിദ്യാനികൾ ഉൾപ്പെടെ 7 ആൺമക്കളുണ്ടായി. അവരിലൂടെ 7 കോടികളും എന്ന മിദ്യാനുള്ള പൂർവ്വപിതാവ് അബ്രഹാമായി. അബ്രഹാമിന്റെ സന്തതി പരമ്പര എല്ലാം കൂടി 80 കോടിയാണ്. ലോകത്തിന് ആകെ ജനസംഖ്യ 800 കോടിയുള്ളൂ. 10-1 അബ്രഹാം ഒരു മനുഷ്യന്റെ സന്ധി പരമ്പരയാണ്. എപ്പോഴാണ് സംഭവിച്ചത്? അബ്രഹാം ദൈവവുമായി അന്വേഷണത്തിലായപ്പോഴാണ്. 75 വയസ്സിലെ ദൈവം എന്താണെന്ന് അറിയാവുന്ന ഒരു മനുഷ്യൻ ദൈവവുമായിട്ട് അന്വേഷണത്തിലായപ്പോൾ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ദാവീദ് രാജാവ് ചെറുപ്പകാലത്ത് ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തു. 10 ഭാര്യമാരുണ്ടായിരുന്നു. അവസാന പട്ടാളക്കാരുടെ ഭാര്യയെ കുറിച്ച് കയറി വരുന്നപ്പോൾ അവനെ കണ്ടോടുപോയി. ഭർത്താവിനെ കൊല്ലിച്ചിട്ട് രാഷ്ട്രീയമായ അവൻ ഭാര്യയായി. ഒരുപാട് തെറ്റുകൾ ചെയ്തു. പക്ഷെ അവസാനം മരണക്കിടക്കലായ ദാവീദ് ദൈവവുമായി അന്വേഷണത്തിലായി. നമ്മുടെ സങ്കീർത്തനങ്ങൾ 151 എണ്ണത്തിൽ ഒരു 70ഓളം സങ്കീർത്തനം വരുന്നത് ആ കാലത്തല്ല. ദൈവമായി അന്വേഷണത്തിലായപ്പോൾ ദാവീദ് അവസാനം ശാന്തമായി മരിക്കാൻ പറ്റും. എന്നാൽ ജ്ഞാനിയായ ശലോമോൻ 600 ഭാര്യയും 300 വെപ്പാട്ടി. ഇവരൊക്കെ എങ്ങനെ 600 പോട്ടെന്ന് എനിക്കറിയാൻ വയ്യ. ഒരു സ്ത്രീയെ മാനേജ് ചെയ്യാൻ പുരുഷന്മാർക്ക് ഇപ്പൊ പ്രയാസം. 1,00,000 ഡൈവേഴ്സ് കേസാണ് കേരളത്തിലെ കോടതി. ഇവൻ 600 ഭാര്യയും 300 വെപ്പാട്ടിയും ഒക്കെ ഞാന് തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ. പക്ഷേ ജസൽക്കായി പണിഞ്ഞു. ഓരോ ഭാര്യ പറയുന്ന ഓരോ ദേവാലയം പണിഞ്ഞു. അവന് ദൈവമായിട്ടുള്ള അന്വേഷണത്തിൽ ശലോമോൻ പരാജയപ്പെട്ടു. അവസാനം ശലോമോന്റെ അന്ത്യം ദുഃഖകരമായ പരിതാപകരമായ അന്ത്യം. ശലോമോന്റെ മരണത്തെപ്പറ്റി നിങ്ങൾ വായിക്കാൻ മനസ്സിലാക്കണം. അയാളുടെ അന്ത്യം അസാധാരണമായ കഷ്ടപ്പാടുകളുണ്ടായി. അയാളുടെ ശേഷം അയാളുടെ മക്കളൊന്നും യുദ്ധമുണ്ടായി. രാജ്യം 2ആയി പിളർന്നു. യഹൂദന്മാർ മുഴുവൻ അടിമകളായി മാറ്റപ്പെട്ടു. ഇത് നമ്മൾ വായിച്ചത്. ദൈവവുമായിട്ട് അന്വേഷണം എപ്പോൾ വരുന്നോ അപ്പോൾ ജീവിതം സന്തോഷകരമാണ്. ആദവും പർദീസയുമായിട്ട് ജീവിച്ചിരുന്നു. പക്ഷേ ഹവ്വ പാഴ്പാത്തിൽ നിന്ന് പാപത്തിൽ വീണ് പർദീസയിൽ നിന്ന് ഓടിക്കപ്പെട്ടു. പർദീസ എന്ന് പറയുന്നത് ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിന്റെ 75 കിലോമീറ്റർ വടക്കുള്ള സ്ഥലമാണ്. ഇപ്പോഴോ സ്ഥലത്തിന്റെ പേര് പർദീസ തന്നെ. യദോ എന്നാണ് സ്ഥലം അറിയപ്പെടുന്നത്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ്, സീഹോൺ, പിഹോൺ 4 നദികളുടെ മധ്യത്തിലാണ് ഈ പർദീസ. യൂഫ്രട്ടീസും ടൈഗ്രീസും ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദ് 2 സൈഡിൽ കൂടെ. അവിടെ 100 കിലോമീറ്റർ വടക്കാണ് ഈ സീഹോൺ, പിഹോൺ നദികൾ. അപ്പൊ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം ഇവര് സൗദി അറേബ്യയിലോട്ട് പോയി. ഹവ്വ അവസാനം പോയി സൗദി അറേബ്യയിലെ ജദ്ദ എന്ന പട്ടണത്തിൽ മരിച്ചു. ജദ്ദ എന്നുള്ള വാക്കിന്റെ അർത്ഥം വല്യമ്മച്ചിയുടെ കബറുണ്ടെന്ന്. ഹവ്വയുടെ കബർ
അവിടെ എപ്പോഴും ഇപ്പോഴും ഉണ്ടാവുന്നത് ജെദായി. ആദാം അവിടുന്ന് വന്ന് ജെദായിൽ ഒരു 50 കിലോമീറ്റർ അകലെയാണ് ആദാം മരിച്ചത്. ആദാം അവിടെ അടക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ദൈവവുമായിട്ടുള്ള അന്യനത്തിൽ നിന്ന് ആദാം മാറിക്കഴിഞ്ഞപ്പോൾ എന്തുപറ്റി? അവരുടെ ഇടയ്ക്ക് മരണം ഉണ്ടായി, കൊലപാതകം ഉണ്ടായി, എന്നെല്ലാം കഷ്ടപ്പാടുണ്ട്. അപ്പൊ ഈ 60 വയസ്സ് കഴിഞ്ഞ് ആയുസ് കിട്ടുന്നവർ ആ സമയം പ്രാർത്ഥിക്കാനും ദൈവവുമായി അന്വചരപ്പെടാനും വേദോസ്തവം വായിച്ച് മനസ്സിലാക്കാനുള്ള സമയത്ത് വേണം. അങ്ങനെ ദൈവവുമായി എപ്പോൾ നമ്മൾ അന്വചരപ്പെടുന്നു അപ്പോൾ നമ്മുടെ ജീവിതം സന്തോഷകരമാണ്. ദൈവത്തിൽ അന്വചനം മാറിപ്പോയാൽ ദുഃഖകരമായ മരണവും അന്ത്യവും ഉണ്ടാകും. ഇത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചയും അച്ഛൻ പ്രസംഗിക്കുന്ന വിഷയമാണ്, ഞാൻ അധികം കയറുന്നില്ല. വാർദ്ധക്യമാകുമ്പോൾ ദൈവവുമായി അന്വചനം, ദൈവവുമായി നിരപ്പാകും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടാകും, അറിഞ്ഞോ അറിയാതെ മനുഷ്യരില്ലേ പാപം ചെയ്തു. ദാവീദ് രാജാവ് ഇത്രയും തെറ്റിയതിനു ശേഷം ദാവീദ് രാജാവിന്റെ കരച്ചിൽ കേട്ടിട്ടുണ്ടോ? വളരെ ശ്രദ്ധേയമായിട്ടാണ് സാംസനകത്ത് ആ കരച്ചിലുകൾ. നിനക്ക് വിരോധമായി ഞാൻ പാപം ചെയ്തു, അവരെ കൊണ്ട് തുടങ്ങാണ് അദ്ദേഹം. എന്നെ നീ വെളിമാക്കണമേ എന്നതൊക്കെ. പാവങ്ങൾ ഏറ്റവും അധികം ക്ഷമിക്കാത്ത ഒരു പാവം ബാക്കിയില്ല. ദൈവം ക്ഷമിച്ചത് അറിയാതെ അവരെ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ദൈവത്തോടും മാപ്പി ഒഴിച്ച് ദൈവവുമായി അന്യത്തിലായെങ്കിലേ വാർദ്ധക്യം സന്തോഷകരാവുകയുള്ളൂ. ഇത് വളരെ ശ്രദ്ധേയമായി മനസ്സിലാക്കുന്ന ഒരു ഭാഗം കൂടെ മനസ്സിലാക്കിയിരിക്കണം. മുത്തശ്ശനെയും കൂടെ വളരുന്ന കുട്ടികൾക്കാണ് ഈശ്വര വിശ്വാസം ഉണ്ടാകുന്നത്. അത് മെഡിക്കലായി ഉണ്ടെന്നൊരു സംഭവം. ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ സെറിബെല്ലം 100 ഗ്രാം എടുക്കും. 3 വയസ്സൊക്കെ 8 വയസ്സുള്ള സമയത്താണ് ഈ രണ്ടാമത്തെ 100 ഗ്രാം വളരുന്നത്. നോർമലി മനുഷ്യന്റെ തലച്ചോറിൽ 950 ഗ്രാം സെറിബ്രം, 200 ഗ്രാം സെറിബെല്ലം, 200 ഗ്രാം പെടലോക്കെ. 3 വയസ്സിൽ 8 വയസ്സിൽ വളരുന്ന ഈ സെറിബെല്ലത്തെയാണ് പാരറ്റോസ് സെറിബെല്ലം അല്ലെങ്കിൽ പാരാസെറിബെല്ലം. ഈ പാരാസെറിബെല്ലത്തിലാണ് ഹിന്ദുക്കൾ പറയുന്ന രാജയോഗം ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈശ്വരവിശ്വാസവും ഭക്തി ഇരിക്കുന്നത് ഈ പാരാസെറിബെല്ലത്തിലാണ്. ഈ പാരാസെറിബെല്ലം വളരുന്ന 3 വയസ്സിൽ 8 വയസ്സിൽ വളർന്ന ഒരു കാലഘട്ടത്തിൽ ഒരു കുട്ടി മുത്തശ്ശിയുടെ കൂടാണ് ജീവിക്കുന്നതെങ്കിൽ കുട്ടിക്ക് പാരാസെറിബെല്ലം ഈശ്വരസ് കുറയും. മുത്തശ്ശി ആകെ എഴുന്നേറ്റെന്ന് സ്വതന്ത്രഗീതങ്ങളിൽ പാടും, പാടും. വൈകിട്ട് 6 മണിയാകുമ്പോൾ വിളക്ക് കത്തിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഹിന്ദു വീടാണെങ്കിൽ രാവിലെ മുത്തശ്ശി എഴുന്നേറ്റ് കൃഷ്ണ കൃഷ്ണ ആഹാരം പാടണം, ഉപയോഗമാണ്. വൈകിട്ട് 6 മണിയാകുമ്പോൾ മുത്തശ്ശി വിളക്കുകൊണ്ട് കത്തിച്ചിട്ട് രാമ 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 പാട്ടുകൾ പറയും. മുത്തശ്ശിമാരുടെ കൂടെ ജീവിക്കുന്ന മക്കൾ 3 വയസ്സ് 8 വയസ്സ് ജീവിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഈശ്വര വിശ്വാസം ഭക്തി ഈ പാരപ്രസറുകൾ ഉറക്കി. ഒരിക്കലും ഉറച്ചാറില്ല, മരണം വരെ ആ കുട്ടി നിരീശ്വര വിശ്വസിച്ചാറില്ല. ആ കുട്ടി ഒരിക്കലും ഒരു യുക്തിവാദിയായി മാറില്ല. എനിക്കൊരു 4 വയസ്സാകുമ്പോൾ ഞാൻ അമ്മയുടെ അപ്പൻ്റെ കൂടെ താമസിക്കും. ഞങ്ങളെ പള്ളിയിൽ കൊണ്ടുപോയി കുർബാനയുടെ അവസാനം അച്ഛനെ ഈ കാസായും വ്യവസായം ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ എൻ്റെ വലിയ പിന്നെ ഓടി പൊക്കമുണ്ട്, എന്നെ എടുത്തിങ്ങനെ പൊക്കം. പിന്നെ പറയും കർത്താവിനെ വരുത്തണം, അച്ഛൻ നോക്കാൻ കൊണ്ടുവിടുന്ന കർത്താവിനൊക്കെ. പിന്നെ അപ്പൊ 6 അടി പൊക്കമുള്ള അപ്പൻ എന്നെ എടുത്ത് പൊക്കുമ്പോൾ എനിക്ക് 7 പൊക്കത്തിലാണ് നിൽക്കുന്നത്. അച്ഛൻ്റെ ഏകദേശം പ്രശ്നമില്ല. എനിക്ക് കൈ മറയ്ക്കും, കാരണം ദൈവം ഇങ്ങനെ അറിയാമില്ല അച്ഛൻ്റെ കാസായും വ്യവസായം. ഞാൻ 60 വയസ്സിൽ DGP ആയിരിക്കുമ്പോൾ കുർബാന പോകുമ്പോഴും അച്ഛൻ കാസായും വ്യവസായം തിരിയുമ്പോൾ എൻ്റെ കൈ അറിയാതെ മറച്ചു പോവാം. 4ാമത്തെ വയസ്സിൽ വറച്ച് പഠിച്ചാൽ ദൈവം ഇറങ്ങി വരുന്നുള്ള സാധന. ഇതാണ് സമയം. അവിടെ 3 വയസ്സ് വരെ 8 വയസ്സ് വരെ മുത്തശ്ശിമാർ വളർത്തുന്ന കുട്ടികൾക്ക് ഈശ്വരവിശ്വാസമുണ്ട്. ആ കുട്ടിക്ക് വലിയ കുഴപ്പമൊന്നും പറ്റില്ല. അല്ലാത്ത കുട്ടിയാണ് ഇച്ചിരി വഴി തെറ്റിയാലും വാർദ്ധക്യമാകുമ്പോഴേക്കെങ്കിലും ആ തിരിച്ചു വന്ന് ദൈവവുമായി അന്വചനപ്പെടണം. അന്വചനപ്പെട്ടെങ്കിലേ ആ കുട്ടിക്ക് സന്തോഷകരമായ ഒരു വയസ്സുകാലം വാർദ്ധക്യമുണ്ടാവും. അതാണ് ദൈവവുമായിട്ടുള്ള അന്വചനം. 4ാമത്തത് മരണം എന്ന ഫിനോമിനുമായിട്ടുള്ള അന്വചനമാണ്. മനുഷ്യൻ ചെറുപ്പത്തിൽ ഓക്കെ മരണം വരുന്നത്, പക്ഷെ 60 വയസ്സ് കഴിയുമ്പോൾ ചെറിയ കാലച്ചരയാകാം വരുന്നുണ്ട് മരണം. ചെറിയൊരു രോഗമൊക്കെ വന്ന് കുറച്ച് ആശുപത്രിയിലൊക്കെ ആകുമ്പോൾ ഈ മരണം എന്ന പ്രതിഭാസത്തെ പറ്റി നമുക്ക് മനസ്സിലാവും. രോഗങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. എനിക്കാണെങ്കിൽ 22 രോഗമാണ്. ഞാൻ 28 ഗുളികയും 3 ഇഞ്ചക്ഷൻ ജീവിക്കുന്നത്. പക്ഷേ ഈശ്വരവിശ്വാസത്തോടെ എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷേ ഈ ഓരോ തവണയും ഗ്ലാസ് തിളപ്പിട്ടായി മരണം വന്നപ്പോൾ തൊട്ടപ്പുറത്തുള്ളവർക്ക് മരണങ്ങൾ കാണുന്നത് മനസ്സിലാവും. അങ്ങനെ പ്രശ്നമാണ്. ഞാൻ ഐഡിയ ആയിരുന്നു, എനിക്കൊരു നെഞ്ചോലും. ഞാൻ നേരെ ആശുപത്രിയിൽ പോയി. എന്നെ
ICU-നകത്തുകൊണ്ട് അഡ്മിറ്റ് ചെയ്ത്. എൻ്റെ അപ്പോൾ ഇതിനകത്ത് കിടക്കാൻ ലോകത്തേക്കുള്ള പ്രശ്നമാണ് ICU. അപ്പോൾ 4 പേരെ എന്നെ വിളിക്കാൻ നടക്കുന്നത്. രാത്രി ഒരു 12 മണിയായപ്പോൾ 15 സ്ഥലത്ത് നമുക്ക് കളിച്ചത് നിലവിളി. രാത്രി 2 മണിയായപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് പോയി ഭയങ്കര എളുപ്പങ്ങൾ നടപടിയോ 3 തന്നെ ചേർന്നു. ഞാൻ വളരെ ഡോക്ടറെ എനിക്കിവിടെ കിടക്കട്ട ചത്താലും കിടക്കുക എല്ലാവരും കിടക്കുക. കാര്യം ഡോക്ടറോട് പേടിക്കണ്ട, 4-3 പോയില്ല സാറ് പെർസെന്റേജ് വഴി സേഫാണ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ സേഫ് നമുക്ക് മനസ്സിലാവും 3 ചത്തുണ്ട്. അപ്പൊ ഈ ICU-നകത്ത് കിടക്കണം നമുക്ക് മനസ്സിലാവും മരണം വരികയാണ്. അപ്പൊ ഈ മരണം എന്ന പ്രതിഭാസത്തോട് അനുരഞ്ജനപ്പെടുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഫിനോമിനൽ, ഏറ്റവും വലിയ ഫിനോമിനൽ. മരണശേഷം എന്താണെന്ന് മനുഷ്യൻ ഇങ്ങനെ മണ്ടടി. അപ്പൊ അതൊക്കെ പറയും സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ പറയും. അത് ഈ സ്വർഗം കാണിച്ച് മനുഷ്യനെ മോഹിപ്പിച്ചാലേ പുണ്യം ചെയ്യും. അതിനാണ് ഈ സ്വർഗം കാണിച്ച് മോഹിപ്പിക്കുന്നത്. നരകം കാണിച്ച് മനുഷ്യനെ ഭയപ്പെടുന്നു. അവൻ തെറ്റിയിരിക്കാൻ. അപ്പം മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് സ്വർഗം കാണിച്ച് മോഹിപ്പിക്കുന്നത്. അവൻ തിന്മ ചെയ്യാതിരിക്കാൻ നരകം കാണിച്ച് അവനെ ഭയപ്പെടുത്തുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ദേഷ്യപ്പെട്ട് നിൽക്കാനുള്ള ഞാൻ സ്വർഗത്തിൽ നരകത്തിലും വിശ്വസിക്കുന്നില്ല. ഹെവൻ ഈസ് ഓൺ എർത്ത്, ഹെൽ ഈസ് ഓൺ എർത്ത്. നമ്മൾ ഈ ജീവിക്കുന്ന ലോകമാണ് സ്വർഗം. നമുക്ക് ഈ ലോകത്തെ സ്വർഗമാക്കി മാറ്റാം, നരകമാക്കി മാറ്റാം. നമ്മുടെ ഭാര്യയും മക്കളും ജീവിക്കുന്ന വീട്ടിൽ നമുക്ക് സ്വർഗമാക്കി മാറ്റാം, അങ്ങനെ നരകവുമാക്കി മാറ്റാം. പുണ്യം ചെയ്ത് ജീവിക്കുക. ഇങ്ങനെ ശാന്തമായി നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ മരണശേഷി ആത്മാവ് എങ്ങോട്ട് പോകുന്നു അല്ലാത്ത പ്രശ്നമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പല സംഭവങ്ങളും കണ്ടു. അതിൽ എന്നെ അമ്പരിപ്പിച്ച ഒരു സംഭവമാണ് കൊല്ലപ്പെട്ട ഒരു മനുഷ്യന്റെ കേസ് തെളിയിക്കാൻ ഒരു മാർഗവുമില്ല. അപ്പൊ DSP-യോട് പറഞ്ഞു സാറേ ചത്തന്റെ ആത്മാവിനെ ലഭിക്കാം. ഞാൻ അതൊക്കെ അറിയപ്പെട്ടത്. അതുകൊണ്ട് സാറേ അങ്ങനെ 3 മാന്ത്രികന്മാരെ കൊണ്ടുവന്നു. അവർ ഈ മരിച്ച ആളിന്റെ ആത്മാവിനെ വിളിച്ച കുട്ടിയുടെ ശരീരത്തിൽ കയറ്റിയപ്പോ കുട്ടി അപ്പന്റെ സ്വരത്തിൽ സംസാരിക്കണം. വിജയശ്രീ കൂടി വന്നു അയ്യോ സാറേ ഇതെന്റെ അപ്പന്റെ ശബ്ദം, എന്റെ 10ാം ശബ്ദമാണ്. ഈ 10ാം ശബ്ദം ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പൊ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കടയടച്ച ഒരേ കൂടെ ഉണ്ടായിരുന്നു. അവർ 2 പേരും അതിനെ പിടിച്ചു കൊടുത്ത കുത്തി വേർത്ത് എന്നെ പിടിച്ചോണ്ട് വന്നു. ഒരാളെ എനിക്ക് മനസ്സിലായി, മറ്റേ ആളെ മനസ്സിലായിരുന്നു. ഞങ്ങൾ രാത്രി തന്നെ ആത്മാവ് പറഞ്ഞ അവരെ അറസ്റ്റ് ചെയ്തു. അവനെ ചോദ്യം മറ്റവരുടെ പേര് എന്നെ അറസ്റ്റ് എന്നെ ശിക്ഷണം ചോദ്യം. ഇത് ആത്മാവാണോ വന്നത് അതോ അച്ഛനെ കൊന്നതിനായിരിക്കാമെന്നുള്ള സംശയത്തിൽ കുട്ടിയുടെ 9 മനസ്സിനെ കുറിച്ച് സംസാരിച്ചാൽ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അനുഭവം പറയാനില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ പൂർവ്വീതി 21 നമ്മുടെ തുമ്പോൺ കത്തീഡ്രൽ പള്ളിയിലെ വികാരം, നമ്മുടെ ഓർത്തഡോക്സ് കത്തീഡ്രൽ വികാരമായ ഞങ്ങളുടെ വീട്ടിൽ ഈ അപ്പന്മാർ പലപ്പോഴുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥന മുറി പരമത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥന അവിടെ സ്ത്രീകളാരും നിൽക്കാൻ പാടില്ല. എൻ്റെ അപ്പൻ്റെ അനിയന്റെ ഭാര്യ വന്ന് അവിടെ ഇരുന്ന് വരെ അവിടെ ഇരുന്നാൽ ഈ റോഡ് കിടപ്പുന്നവരെല്ലാം കാണും. അറിയാതെ നമ്മച്ചേ ഉറയും പോയി ഒറ്റ അടി ഭയങ്കര നിലവിളി. ഞാനും എൻ്റെ അമ്മ കൂടെ ഇറങ്ങി ഓടിച്ചെന്നപ്പം അപ്പൊ അതിന് അച്ഛൻ ഇറങ്ങി വന്ന് അടിച്ചെന്നു. അപ്പോ ഞാൻ വെളുത്ത സ്ത്രീയാണ്. അടിച്ച 5 വിരൽ കവളി കിടപ്പുണ്ട്. ഞാൻ ആരാ അടിച്ചെന്ന് ചോദിച്ചപ്പോൾ ഒരു അച്ഛനാണ്, ആയുള്ള അച്ഛനാണ് ഈ തൊലിയൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കാൻ. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിലുള്ള പഴയ കുഞ്ഞിലുള്ള ഫോട്ടോ എല്ലാം കാണിച്ചു. അപ്പൊ അതിലൊരാളെ ഈ അച്ഛനാണ്. അപ്പൊ ഇത് അടിയുടെ പാട് കണ്ടുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ മരിച്ച ആത്മാവിൽ ഒരാളിനെ അടിക്കാൻ പറ്റുമോ? എന്റെ വീട്ടിലെ അനുഭവം ഞാൻ മനസ്സിലാക്കുന്നു. അനുഭവം ഇല്ലാത്ത ആൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ ആത്മാവ് സ്വർഗത്തിൽ വിലയും പ്രാപിച്ചില്ലെങ്കിൽ ഭൂമിയിലൊക്കെ അലങ്കരിച്ച് നടക്കുന്നു. നിങ്ങളുടെ വിശ്വാസം പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതാണ്. നിങ്ങളുടെ വിശ്വാസം സാധിക്കാൻ വേണ്ടി പറഞ്ഞാൽ അപ്പൊ ആ മരിച്ചശേഷം ആത്മാവ് ഉണ്ടെന്നോ എവിടെ പോകുന്നു നമ്മൾ അതിനെപ്പറ്റി നമ്മൾ പറയണം. എനിക്ക് എന്റെ പോലീസിൽ ഒരുപാട് അനുഭവം ഉണ്ടെന്ന് പറഞ്ഞുള്ളൂ. അപ്പൊ നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മരിക്കുമ്പോൾ ശാന്തമായി മരിച്ചാൽ, പുണ്യം ചെയ്ത് മരിച്ചാൽ നമ്മൾ ഈശ്വരന് വിലയും പ്രാപിക്കും, സ്വർഗത്തിൽ ഇതിന്റെ വിശ്വാസപ്രകാരം മോക്ഷം പ്രാപിക്കും, പരമാത്മാവ് ജീവിക്കും. നമ്മൾ പുണ്യം ചെയ്യാതിരുന്നാൽ നമുക്ക് മരണശേഷം സ്വസ്ഥത ഉണ്ടാവില്ല. സ്വസ്ഥത ഉണ്ടാവില്ല. പക്ഷെ ഈ മരണം എന്ന ഫിനോമിനെ നമ്മൾ നേരിടാൻ പഠിച്ചിരിക്കണം. അപ്പൊ 60 വയസ്സ് കഴിഞ്ഞ് നമുക്കറിയാം മരണം അടുത്തുകൊണ്ടിരിക്കുകയാണ്. മരണം അടുത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ആ മരണവുമായി താതാത്മ്യം പ്രാപിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. എങ്കിലേ ശാന്തമായി മരിക്കാൻ പറ്റുള്ളൂ. പല ആളുകളും മരിക്കുമ്പോൾ പെട്ടച്ച് പെട്ടെന്ന് ചാവും. കാണുമ്പോഴേ നമുക്കറിയാം
ആളെ ശരിയാക്കുക. പിന്നെ ദുഷ്ടജന്മമാണെങ്കിൽ മരിക്കുമ്പോൾ അവൻ്റെ മലദ്വാരത്തിലുള്ള സാധനം പുറത്ത് അതാണ് പോക്ക് എന്നാണ് ഞങ്ങൾക്ക് പ്രാക്ടിക്കലി മനസ്സിലാക്കുന്നത്. എന്നാൽ ശാന്തമായി പ്രാർത്ഥനയുള്ള ആളുകൾ മരിക്കുമ്പോൾ ആ ശാന്തത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ വെല്ലുവിളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി 12 പള്ളിയിൽ വെച്ചാൽ കലവരം വെല്ലുവിളി 71 കൊല്ലം തുടർച്ചയായി വികാരി, നാട്ടിൽ പൊട്ടക്കാരനായി 71 തുടർച്ചയായി വികാരി എന്ന ആളാണ് എൻ്റെ അമ്മയുടെ ഗ്രാൻഡ്. അദ്ദേഹം മരിക്കാറായപ്പോൾ അദ്ദേഹം പറഞ്ഞു, അടുത്ത വ്യാഴാഴ്ച മക്കൾ കൊച്ചുമക്കളൊക്കെ അതിൻ്റെ വീട്ടിൽ വരണമെന്ന്. അങ്ങനെ 5 മക്കളിൽ 4 മക്കളെത്തി. കൊച്ചുമക്കൾ ഞാനൊക്കെ ഉൾപ്പെടെ ഒരു 66 കൊച്ചുമക്കളൊരു 52 പേരെ എത്തി. കൊച്ചുമക്കൾ എല്ലാവരും വന്നു. അച്ഛനപ്പച്ചനിങ്ങനെ വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ സമയമാകുമ്പോൾ അപ്പത്തന്നെ ഒരു സ്വർഗസ്നാപിതാവൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് സമയമാകുമ്പോൾ പാടാം. അങ്ങനെ സമയമണ്ഡലത്തിൽ പാടിക്കൊണ്ടിരിക്കുന്നു. ആ പള്ളിയിൽ പ്രത്യക്ഷമായി കൊണ്ടുവരുന്നുണ്ട്. വളരെ ശാന്തമായി ശരീരത്തിൽ ആത്മാവ് പോയി. അതാണ് ശാന്തമായ മണമെന്ന് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലൊരു തൈല സ്വാമി ഉണ്ടായിരുന്നു. എൻ്റെ കട ഒരു ബുദ്ധി ഇറങ്ങാൻ സ്വാമി വലിയ പണ്ഡിതൻ. അദ്ദേഹം പറഞ്ഞു, അടുത്ത ഏകാദശിയുടെ അന്ന് 11 ശേഷം ഞാൻ നിങ്ങളോട് ഉണ്ടാകണം. സ്വാമി എന്തോ അതിന് ഹിമാലയത്തിൽ പോകും ഞങ്ങൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞല്ല, അതിനുശേഷം ഞാൻ പോകുന്നു. അന്ന് രാവിലെ അദ്ദേഹം ക്ഷേത്രത്തിൽ വന്നു. അമ്പലക്കടവ് ക്ഷേത്രത്തിൽ വന്നു. അവിടെ എല്ലാ ദിവസവും ഒരു പ്രാർത്ഥിച്ചു. പിന്നെ അദ്ദേഹം ചമ്മണപ്പൂട്ട് എന്തോ പറയാൻ തുടങ്ങി. സാറിന് ഒരു 10 മണിയാകുമ്പോൾ പോകും. അന്നൊരു 15 പോകുന്നില്ല. എല്ലാവരും എന്താ സ്വാമിയിൽ പോകാമെന്ന് ചോദിച്ചു. തൊട്ടൊന്ന് മരിച്ചിരിക്കുക. അപ്പോഴാണ് ഞങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചത്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കാൻ അദ്ദേഹത്തിന്റെ ഉച്ചയുടെ നടുക്കുള്ള തലയോട്ടിയുടെ നടുക്കുള്ള ഭാഗം നമ്മൾ ഈ കരിക്കുമ്പളം കുടിക്കാൻ വേണ്ടി ചെത്തി മാറ്റുന്ന പോലെ അടർന്ന് മാറിയിരിക്കാം. അതുവഴിയാണ് ആത്മാവ് വരുന്നത്. ഹിന്ദുക്കൾ സമാധി എന്ന് പറയുന്ന സംഭവം മനുഷ്യമാരുടെ തലച്ചോറിലേക്ക് പൊട്ടിയിട്ടാണ് ആത്മാവ് പോകുന്നത്. സമാധി ഏറ്റവും നല്ല എത്താൻ തൈല സ്വാമി ആയിരക്കണക്കിന് ആളുകളുടെ സ്ഥാനത്തിലാണ് നമ്മുടെ കുട്ടി വാച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഇങ്ങനെ പൊട്ടിയിട്ട് ആത്മാവ് പോവുക. അപ്പൊ ശാന്തമായ സന്തോഷകരമായ ഒരു മരണം ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മൾ മരണവുമായി അന്വേഷണം ചെയ്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ. മരണത്തിന് നമ്മൾ തയ്യാറെടുക്കണം. പ്രാർത്ഥിച്ച് നമ്മുടെ തെറ്റുകളൊക്കെ പരിഹരിച്ച് പുണ്യപ്രവൃത്തികൾ ചെയ്ത് എല്ലാവർക്കും സ്നേഹവും സന്തോഷവും കൊടുത്ത് വിരോധമുള്ള ആരെങ്കിലും അവരോട് നിരപ്പായി നമ്മൾ മരണം സ്വീകരിക്കണം. അവിടെയാണ് മരണവുമായിട്ടുള്ള അദ്ദേഹം. എൻ്റെ വീട്ടിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ കസുണ്ടായി ഇടക്കടവിലെ സാറെന്ന് പറയും. പുള്ളിയെ നാട്ടുകാരെ വെച്ചുള്ള ചുണ്ടി ചുമ്മാ കുഴപ്പമുണ്ടാക്കാൻ അദ്ദേഹം ചുണ്ടി എന്ന് പറയുന്നത്. അതേ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ കോട്ടയം SP ആണ് മോനെ, എൻ്റെ മക്കൾ 4 പേരും മെഡിക്കൽ ഇംഗ്ലണ്ടിലൊക്കെ, ഞാൻ ചത്ത ഇവന്മാരൊന്നും അവിടെ കാണുന്നില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ മരണം അറേഞ്ച് ചെയ്യണം. ഞാൻ പറഞ്ഞു ശരി. പുള്ളി തുമ്പപ്പള്ളിയിൽ 50,000 രൂപ കൊടുത്തിട്ട് പുള്ളി ഒരു കളറാക്കി പുള്ളി തന്നെ ഇരുന്നു. അതെല്ലാം കംപ്ലീറ്റ് പണിച്ച് ഞാൻ ചുറ്റും എല്ലാം വരച്ച് ഡെക്കറേറ്റ് എല്ലാം ശരിയായി ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു, മോനെ എനിക്കൊരു ഈട്ടിപ്പെട്ടിയുള്ള ഷോപ്പൊക്കെ വന്നു. നമ്മുടെ ശരിയാക്കാതെ ഞാൻ ഇടക്കടല അച്ഛനെ കൊണ്ട് കോട്ടയത്ത് പോയി ഈട്ടിപ്പെട്ടിയിലൊരു ഷോപ്പൊക്കെ ഉണ്ടാക്കി. നമ്മൾ സാറിന് ഷോപ്പൊക്കെ ഒരു 10 വിലയാണ്. ഷോപ്പൊട്ടിയെല്ലാം മാറ്റോട്ട് വന്ന് പുള്ളി ഇടക്കടല വീടിൻ്റെ ഭിത്തിയിലോട്ട് ചാരി വെച്ചിട്ട് ചെല്ലുന്നത് കൊണ്ടുവന്ന് വരുന്നതെന്ന് പറയുമ്പോൾ ഈ ഷോപ്പൊട്ടി കൊണ്ട് പുള്ളി ഞാനൊരു ഒരു ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്ത് എൻ്റെ വണ്ടി ഫ്രണ്ടിലും വണ്ടി പുറകിലും ഈ ഷോപ്പൊട്ടി കൊണ്ടുവരാൻ അതുകൊണ്ട് ഷോപ്പൊട്ടോടെ കൊണ്ടുവന്ന ശേഷം ഈ ഷോപ്പൊട്ടി പുറത്തെടുത്തിട്ട് പുള്ളി പണിഞ്ഞ ഷോപ്പൊട്ടിനകത്ത് കൊണ്ട് അദ്ദേഹം ഈ ഷോപ്പൊട്ടി വെച്ചു. എന്നിട്ട് പുള്ളി ഇതിനകത്ത് ഇറങ്ങി. എന്നിട്ട് ഈ ഷോപ്പൊട്ടി കറി എങ്ങനെ കാണാം എങ്ങനെ ഉണ്ടാകുന്ന എൻ്റെ കിടപ്പ് ചത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഇടുന്നു എങ്ങനെ കിടക്കണമെന്ന് പുള്ളി ഒന്ന് കാണും. ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ ഷോപ്പൊട്ടിക്കകത്ത് ആവാസത്തെ നോക്കി പറഞ്ഞു, മോനെ ഞാൻ മരിക്കുമ്പോൾ മോൻ വന്നിട്ട് ഈ ഷോപ്പൊട്ടി എന്നെ വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വീട്ടാൻ കേട്ടോ. അവനോ ശരി അപ്പത്തം വിഷമിക്കുകയോ വേണം. മരണം കഴിഞ്ഞുള്ള പരിപാടി ഞാൻ നോക്കളാണ്. 22 കൊല്ലം അപ്പം ചതില്ല. ഈ കളറെ പണിഞ്ഞ് ചോപ്പട്ടി കൊണ്ടുവന്ന വിദ്യയെ ചാരി വെച്ചിട്ട് ഈ വലിയ പണി 22 കൊല്ലം ജീവിച്ചു. 22 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം മക്കളെല്ലാം തീരുമാനിച്ചു. ഒരു തമ്മിൽ കണ്ടിട്ട് ഒരുപാട് കാലമായി. അതുകൊണ്ട് ക്രിസ്മസിന്റെ 4 ദിവസം മുമ്പ് തുമ്പോട് വന്നൊക്കെ കടവിൽ കുട്ടി വരാൻ തീരുമാനിച്ചു. അങ്ങനെ അമേരിക്കയിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ബോംബെയിൽ നിന്നുള്ള 4 മക്കളും ഭാര്യമാരും കൊച്ചുമക്കളും എല്ലാം കൂടെ ഇടക്കടവിലെ വീട്ടിൽ വന്നു. വൈകിട്ട് അത്താഴം കഴിച്ചിട്ട് അന്ന് രാത്രി അവർ കിടക്കാൻ പറഞ്ഞു. ഒരു 9 മണിയായപ്പോൾ അപ്പോൾ എനിക്കൊരു വല്ലായി വീടുന്നു പറഞ്ഞു. ഒരു ഗ്ലാസ് വെള്ളം തരാം. മരുമോളിൽ വെള്ളം കൊണ്ട് കൊണ്ടിരുന്നു. വെള്ളം കുടിച്ചു. അദ്ദേഹം ഇരുന്നു. അദ്ദേഹം മരിച്ചു.
ആരും വരത്തില്ല എന്ന് വിചാരിച്ച അപ്പന്റെ മരണത്തിന് എല്ലാ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എത്തി. മനുഷ്യന്റെ കണക്കൂട്ടിലൂടെ, ഈശ്വരന്റെ കണക്കൂട്ടിലൂടെ. അപ്പൊ ഈ മരണത്തിന് നമ്മൾ തയ്യാറാക്കുന്നതല്ല, പക്ഷെ ഫൂളിഷ്നസ് കാണിച്ചത് എന്താണ് പറഞ്ഞ കാര്യമൊക്കെ ശരിയായി കാണിച്ചിട്ട് വെക്കണം. ഇങ്ങനെയല്ല, നമ്മൾ മരണത്തിന് പ്ലാൻ ചെയ്യണം. മരണമെന്ന പ്രതിമാസത്തോടെ അനുഗ്രഹത്തിലാവണം. നമ്മൾ പഠിച്ച വിശ്വാസപ്രകാരം സ്വർഗസ്ഥനാകാൻ വേണ്ടി എന്തൊക്കെയാണ് വേറെ ദിവസം പറയുന്നത് അതനുസരിച്ച് ജീവിച്ച ആരുടെയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പി ചോദിക്കുക, അവരോട് നിരപ്പായി സന്തോഷത്തോടുകൂടി മരണത്തോട് അനുഗ്രഹത്തിന് പ്രാപിക്കണം. അഞ്ചാമത്തത് പണവും പ്രശസ്തിയോടുള്ള അനുഗ്രഹത്തിനാണ്. പണവും പ്രശസ്തി. പണം വരുമ്പോൾ ഒരുപാട് പേര് കൂടെ കൂടെ വരും, പ്രശസ്തനാണെങ്കിൽ ഒരുപാട് പേര് കൂടെ വരും. പക്ഷേ പണവും മറ്റൊരു കൈകാര്യം ചെയ്യാറില്ല. ഒരു കാരണവശാലും നിങ്ങളുടെ കിടപ്പാടം മക്കളുടെ പേരിൽ എഴുതി കൊടുത്തത് ഒരു ദിവസം പറയും, സ്വന്തം കൈ സ്വന്തം തലക്കിട വയ്ക്കണം. പലരും കോടീശ്വരന്മാരൊക്കെ വസ്തു എഴുതി മക്കൾക്കും കൊച്ചുമൊക്കെ കൊടുക്കും. അവസാനം നോക്കിയില്ല, അന്ന് ഈ ഓൾഡേജ് ഹോമിൽ കിടക്കുന്നതാണ് ഒരുപാട് മക്കൾ. ഓൾഡേജ് ഹോമിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകും. സ്വന്തം പെൻഷൻ ആർക്കും തട്ടിപ്പറിയലുകൾ. ബാങ്ക് അക്കൗണ്ടിൽ നോമിനി വെച്ചേക്കണം, ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ. നമ്മുടെ വയസ്സ് മരണം വരെയുള്ളത് നമ്മുടെ കൺട്രോളിലായിരുന്നു. സ്വന്തം വസ്തു കിടപ്പാട് ഒരിക്കലും മക്കളുടെ പേര് എഴുതി കൊടുത്തല്ല. അപ്പോൾ മക്കളുടെ എക്സസ് ഒക്കെ എഴുതി കൊടുക്കാൻ കിടന്ന് തുറക്കുന്ന വീട് എഴുതി കൊടുത്തല്ല. പണവും പ്രശസ്തി എത്ര വരെ ആകാം. ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം 60 വയസ്സാവുമ്പോൾ സത്യത്തെ പൂർത്തിയാണ്. മനുഷ്യന്റെ ആയുസ് 100 വയസ്സാണ്, നേരെ പകുതിയാവുക. 70 വയസ്സാവുമ്പോൾ സപ്തതിയാവുകയാണ്. സപ്തതി എന്ന് പറഞ്ഞാൽ പൂർണ്ണതയിലെത്തുകയാണ്. 80 വയസ്സായാൽ നശീതി എന്ന് പറയും. ആശകൾ നശിക്കുന്ന കാലം. പിന്നെ ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല. 80 വയസ്സായി കഴിഞ്ഞാൽ നശീതി, ആശകൾ നശിച്ചിരിക്കണം. കയ്യിലുള്ളത് അധികമുള്ളത് മറ്റുള്ളവർക്ക് ദാനം ചെയ്തേക്കണം. ആരിൽ നിന്നും ഒന്നും ഇങ്ങോട്ട് വാങ്ങിക്കാൻ പാടില്ല. എൻ്റെ അപ്പൻ അനിയന് 80 വയസ്സായി. ഞങ്ങൾ 80-ാം വയസ്സ് ആഘോഷിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ അശീതിയായി. ഈ ഞാളുടെ ഒന്നും ആഗ്രഹിച്ചേക്കരുത്, കയ്യിലുള്ള എക്സസ് മുഴുവൻ ദാനം ചെയ്യണം. അങ്കിൾ പറഞ്ഞു, നീ പോയി പള്ളിയിൽ പോയി പറഞ്ഞാൽ അങ്കിളിനോട് സ്വന്തം വേണ്ട, നമുക്ക് പള്ളി എത്രയോട് ദാനം കൊടുക്കുന്ന ഇഷ്ടപ്പെടുന്നത്. നീ പോയി പള്ളിയിൽ പോയി പറഞ്ഞാൽ പല അങ്കിളിൽ ഈ സ്വഭാവം പറയാം. 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല. അധികം മുമ്പതൊക്കെ ദാനം കൊടുത്തേക്കാം. ഇങ്ങോട്ട് ആടെയും 5 പൈസ വാങ്ങിച്ചേക്കാം. 80. പിന്നെ അത് കഴിഞ്ഞ് ഒരു കാര്യം കൂടി ആഗ്രഹിക്കാം. 84 വയസ്സ്. 84 വയസ്സാവുമ്പോൾ 1000 പൂർണ്ണയന്ത്രങ്ങളെ കാണും. 1000 ഫുൾ മൂൺസിനെ കാണും. 1000 അമാവാസികൾ. പിന്നെ ഒന്നും ആഗ്രഹിക്കാം. മനുഷ്യന്റെ ജീവിതം പൂർണ്ണമായി 84 ഇയേഴ്സിന് ശേഷം എന്തെങ്കിലും കിട്ടിയാൽ അത് ദൈവത്തിന്റെ ദാനമെന്ന് മാത്രം കരുതിക്കൊള്ളാം. മാക്സിമം 84 വരെ പ്ലാൻ ചെയ്യാം. 70 വരെ കിട്ടിയാൽ ഭാഗ്യമായി. ഞാനിനി 7 മാസം കഴിയുമ്പോൾ 70 അതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ സർപ്രൈസ് ഒന്നും വേണ്ട, സന്തോഷമാണ്. അപ്പൊ ഈ ഒരു സംഭവം നമ്മൾ മനസ്സിൽ കരുതിയിരിക്കുകയാണ്. കൃത്യമായി ധനം, സ്വത്ത്, പ്രശസ്തി, ഇത് മുഴുവൻ അന്വേഷണം പ്രാപിക്കാം. അപ്പൊ വാർദ്ധക്യത്തിൽ നമ്മൾ എത്തുമ്പോൾ 5 അന്വേഷണങ്ങളാണ് നമുക്ക് വേണ്ടത്. വളരെ ശ്രദ്ധേയമായി നമ്മൾ 5 അന്വേഷണങ്ങൾ കൃത്യമായി എടുക്കാൻ പറ്റിയാൽ നമ്മുടെ ജീവിതം സമ്പൂർണ്ണം ആവും. ആ അന്വേഷണങ്ങൾ ഒന്നൊന്നായി കിട്ടാൻ ഒന്ന് നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശരീരവുമായിട്ടുള്ള ശരീരത്തിന്റെ ബലഹീനത വേണ്ട അന്വേഷണം. 2 മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, അവരുമായിട്ടുള്ള അന്വേഷണം, അവർക്ക് നല്ല ചെയ്യാൻ. 3 ഈശ്വരനുമായിട്ടുള്ള അന്വേഷണം. വേദോസ്തത്തിൽ കൃത്യമായി പറയുന്നു. 48 അന്വേഷണങ്ങളെ പറ്റി വേദോസ്തത്തിൽ പറയുന്നത്. ഓരോന്നും നോക്കി ഈശ്വരനുമായിട്ട് അന്വേഷണം പറഞ്ഞു. 4 മരണമെന്ന പ്രതിഭാസം ഇൻഡിവിജ്വലാണ്. അതിനെ സ്വീകരിക്കാൻ വേണ്ടി ആ പ്രതിഭാസമുള്ള അന്വേഷണമാണ്. 5 നമുക്ക് ഈശ്വരൻ തന്ന സ്വത്ത്, പ്രശസ്തി, മറ്റൊരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതിനെ വേണ്ട എന്ന് വെക്കാൻ നമുക്ക് അവസരം ഉപയോഗിച്ചു. ഇനി ഇത് വേണ്ട എന്ന് വെച്ച് ആദ്യമായിട്ടുള്ള അന്വേഷണം എപ്പോഴുന്നോ ജീവിതം പൂർണ്ണമായി. ഈ 5 അന്വേഷണങ്ങളാണ് വാർദ്ധക്യത്തിൽ നമുക്ക് വേണ്ടത്. ഈ ഇടവകയിൽ എല്ലാവർക്കും ഈ 5 അന്വേഷണങ്ങൾ ഈശ്വരൻ തരട്ടെ. നീതിമാനെ മക്കളെ കാണിക്കുമെന്ന് പറഞ്ഞ പോലെ കൊച്ചുമക്കളെ കാണേണ്ട നീതിമാനാകാൻ കഴിയട്ടെ. ഇതൊരു കൊച്ചുമക്കളെ കളിപ്പിച്ച് കൊച്ചുമക്കൾ കിരീടമാണെന്ന് ആവർത്തനത്തിൽ പറയുന്ന പോലെ കൊച്ചുമക്കളെ തലയിൽ വെച്ച് കളിപ്പിക്കാൻ നിങ്ങൾക്കെല്ലാം ഭാഗ്യം ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതം
വാർദ്ധക്യത്തിന് സന്തോഷം അനുഭവിക്കണമെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ അപ്പനെ അമ്മയെ ബഹുമാനിച്ചാണ്. അപ്പനെ അമ്മയെ ശുശ്രൂഷിച്ചാലേ ദീർഘായുസ്സുണ്ടാവും. അതുകൊണ്ട് വാർദ്ധക്യത്തിന് സുഖം അനുഭവിക്കാൻ വേണ്ടി സ്വന്തം അപ്പനെ അമ്മയെ ശുശ്രൂഷിച്ച് ദീർഘായുസ്സാവാൻ ഈ ഇടവകയിലെ എല്ലാ ചെറുപ്പക്കാർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഇളയ വാക്കിൽ ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം.